ഒന്ന് എന്നോട് പറയാൻ പറഞ്ഞത് എന്തിനെ കുറിച്ചിട്ടാണെന്നറിയോ? മൊബൈൽ ഫോണിനെ കുറിച്ച്, രണ്ടാമത്തെ ഈ പ്രണയത്തെക്കുറിച്ച്, മൂന്നാമത്തത് കള്ളിനെയും കഞ്ചാവിനെയും കുറിച്ച്. ഞാനിതൊന്നും പറയുന്നില്ല, ഞാനൊരു ഒറ്റ വാക്കിൽ ഇത് അവസാനിപ്പിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടാ? ഇല്ല. ഒന്നും കൂടി ഒച്ചത്ത് പറ, ഇല്ല എന്നൊന്ന് പറ. വെരി ഗുഡ്, തങ്കപ്പെട്ട നാട് തന്നെ. ലഹരി ഇല്ലാന്ന്, ലഹരി ഇല്ല എന്ന് പറഞ്ഞ ചങ്ങായികളെല്ലാം എന്ത് ചെയ്യണമെന്നറിയാം? ആ റെയിലുമ പോയി തലവെക്കണം. ഈ ലഹരി ഇല്ലാതെ ഒരു മനുഷ്യനും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. അതാണ് വിഷയം. അവൻ കുറച്ചാണുങ്ങൾ വിചാരിക്കും ഇവൻ നമ്മളെ ടീമാണ്, പോകുമ്പം കാണണേ എന്നെല്ലാം തോന്നും നിങ്ങൾക്ക്. ഞാൻ ഒരു ടീമും അല്ല. ഈ ചൊട്ടയിലെ ശീലത്തിന്റെ ഏറ്റവും വലിയ ഭവിഷ്യത്താണ് ഇപ്പം കുട്ടികൾ വിളിച്ചു പറഞ്ഞത്. എനിക്ക് ലഹരി ഇല്ലാന്ന്. അതിന് ലഹരി ഇല്ല എന്ന് പറയണമെങ്കിൽ എന്താണ് ലഹരി എന്ന് ആദ്യം തിരിയണ്ട. നിങ്ങൾക്കും തിരിച്ചില്ല, ഐറ്റേക്കും തിരിച്ചില്ല, പിന്നെ ഐറ്റയുടെ പറഞ്ഞ കാര്യമുണ്ടാ? ലഹരി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ, ഏതെങ്കിലും ഒരു സാധനം, ഏതെങ്കിലും ഒരു വസ്തു കാണുകയോ ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ മനസ്സിന് സന്തോഷമുണ്ടാവുകയും ആ സന്തോഷം നിലനിർത്താൻ ആ വസ്തുവിനെ, ആ സാധനത്തെ, ആ സംഗതിയെ വീണ്ടും വീണ്ടും കാണാൻ, വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ആ സാധനമാണ്, ആ സംഗതിയാണ് ലഹരി. രാവിലെ എണീക്കുമ്പോൾ എന്തെങ്കിലും കാണണം എന്ന് തോന്നുക, എന്തെങ്കിലും ഉപയോഗിക്കണം എന്ന് ഇങ്ങനെ തോന്നുക, വീണ്ടും വീണ്ടും തോന്നുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? ഒന്നുമില്ല. എന്തെന്നാ? രാവിലെ എണീക്കുമ്പം കാണണം എന്ന് തോന്നുന്ന സാധനം എന്താ? ഉപയോഗിക്കണം എന്ന് തോന്നുന്ന സാധനം എന്താ? യെസ്, തങ്കപ്പെട്ട, ഗ്രേറ്റ്. അപ്പം പറഞ്ഞിട്ട് ഞങ്ങള് മൊബൈൽ ഫോണിനോന് കാണണം, വീണ്ടും വീണ്ടും ഉപയോഗിക്കണം. അങ്ങനെയാണ് എങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൊബൈൽ ഫോണിൽ തോണ്ടണം, മൊബൈൽ ഫോണിൽ മാന്തണം, റീൽസ് കാണണം, സ്റ്റാറ്റസ് നോക്കണം, ഇതിനെ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കണമെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ, മൊബൈൽ ഫോൺ കാണുമ്പോൾ സന്തോഷമുണ്ടാവുന്നുണ്ട് എങ്കിൽ മൊബൈൽ ഫോൺ ഒരു ലഹരിയാണ്. സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല. മൊബൈൽ ഫോൺ എന്താണ്? ഒന്ന് ചെന്ന് പറഞ്ഞോ, മൊബൈൽ ഫോൺ എന്താണ്? വെരി ഗുഡ്. രണ്ടാമത്തെ വിഷയം, വേറെന്തെങ്കിലും ലഹരി ഉണ്ടാ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചായ കുടിക്കണം, കാപ്പി കുടിക്കണം എന്ന് തോന്നിയിട്ടുണ്ടാ? ചായ കുടിക്കുമ്പോൾ, കാപ്പി കുടിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവുന്നുണ്ട് എങ്കിൽ നാളെയും കാപ്പി കുടിക്കണം, ചായ കുടിക്കണം എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ചായയും കാപ്പിയും ലഹരിയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? പള്ളിയിൽ പോകണം, നിസ്കരിക്കണം, അമ്പലത്തിൽ പോകണം, പ്രാർത്ഥിക്കണം. നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, പള്ളിയിൽ പോകുമ്പോൾ സന്തോഷമുണ്ടാവുന്നുണ്ട് എങ്കിൽ നിസ്കാരവും പ്രാർത്ഥനയും പള്ളിയിൽ പോക്കും ലഹരിയാണ്. വീണ്ടും വീണ്ടും പോകണമെന്ന് തോന്നണം നിങ്ങൾക്ക്. വൈകിട്ടാകുമ്പോൾ കളിക്കണം എന്ന് തോന്നുന്നുണ്ടോ? ഫുട്ബോൾ കളിക്കണം, ക്രിക്കറ്റ് കളിക്കണം, മറ്റവന്റെ വയ്യന്നെ ഓടണം, സൈക്കിൾ ഓടിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ കളി ഒരു ലഹരിയാണ്. സൈക്കിൾ ഓടിക്കലും, ഫുട്ബോൾ കളിക്കലും, ക്രിക്കറ്റ് കളിക്കലെല്ലാം, ഊഞ്ഞാലാട്ടവും എല്ലാം കളിയാണ്, ലഹരിയാണ്. പറഞ്ഞ മനസ്സിലായല്ലോ? പാർട്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, മുദ്രാവാക്യം വിളിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവുക, വീണ്ടും വീണ്ടും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ തോന്നുന്നുവെങ്കിൽ രാഷ്ട്രീയം ഒരു ലഹരിയാണ്. പാവങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ, പാവങ്ങളെ സഹായിക്കുമ്പോൾ സന്തോഷമുണ്ടാവുന്നുണ്ട് എങ്കിൽ ചാരിറ്റി ഒരു ലഹരിയാണ്. പാട്ട് പാടുമ്പോൾ, പാട്ട് കേൾക്കുമ്പോൾ, ഡാൻസ് കളിക്കുമ്പോൾ, ദഫ് മുട്ടുമ്പോൾ, പശുവിനെ പോറ്റുമ്പോൾ, പച്ചക്കറി വളരുമ്പോൾ, ചെടി പുഷ്പിക്കുമ്പോഴൊക്കെ സന്തോഷമുണ്ടാവുന്നുണ്ട് എങ്കിൽ ചെടി വളർത്തലും, പശു വളർത്തലും, കരാട്ടയും, കുംഫുവും, കളരിയും, ഡാൻസും, പാട്ടും എല്ലാം ലഹരിയാണ്. ഓക്കെ. വൈകുന്നേരം സീരിയൽ കാണണം, അന്നേരം താരകം വന്നവനെ തച്ചു കൊല്ലണം എന്ന് തോന്നുന്നുണ്ടാ? ഉണ്ട് എങ്കിൽ സീരിയൽ ഒരു ലഹരിയാണ്. ഉറങ്ങുമ്പോൾ സന്തോഷമുണ്ട് എങ്കിൽ, തിന്നുമ്പോൾ സന്തോഷമുണ്ടാവുന്നുണ്ട് എങ്കിൽ തിന്നലും ഉറങ്ങലും ലഹരിയാണ്. യാത്രകൾ ലഹരിയാണ്. ഓക്കെ. നിങ്ങളോട് ഞാൻ ഒരു സംഗതി ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയണം. രാവിലെ എണീറ്റാല് ബുക്ക് തുറക്കണം, വായിക്കണം, എഴുതണം. വായിക്കുമ്പോഴും എഴുതുമ്പോഴും ബുക്ക് തുറക്കുമ്പോഴും സന്തോഷം ഉണ്ടാകുന്നുണ്ടാ? കേട്ടിക്കല്ലേ? കേട്ടിനങ്ങള്? കാരണം ആ കുട്ടികൾ കള്ളത്തരം പറയില്ല, കാരണം ഈ കുട്ടികൾ കള്ളം പറയില്ല, കാരണം ഐറ്റക്ക് അറിയില്ലത്. പക്ഷെ ഈ കുട്ടികൾ കള്ളത്തരം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് പഠിപ്പിച്ചത് നിങ്ങൾ തന്നെയാണ്. വീട്ടിൽ പിരിവിന് വരുമ്പം ബാപ്പ എടിയ ഒളിക്കല്, ബാപ്പ കട്ടിന്റെ അടിയിൽ ഒളിക്കുമ്പോൾ കുട്ടികളോട് പോയി പറയും ബാപ്പ ഇല്ല എന്ന് പറ.
അങ്ങനെ അന്തം വിട്ട ബാപ്പ കട്ടിന്റെ അടിയിൽ ഇരിക്കുമ്പോൾ ഈ അന്തം വിട്ട 3-ാം ക്ലാസ്സുകാരൻ പറയാ ബാപ്പ ഇല്ല, പോയി ഇല്ല. ഈലും വലിയൊരു കള്ളത്രൈറ്റുകൾ പഠിപ്പിക്കാൻ ബാക്കിയുണ്ട്. പിന്നെ എന്ത് കള്ളത്രൈറ്റുകൾ പറയാത്തത് കൊണ്ട് സൂക്ഷിച്ചോ. അപ്പൊ ഈറ്റകൾ പറഞ്ഞു കേട്ടില്ല, നിങ്ങൾ എന്താ പറഞ്ഞത്? വായിക്കലും പഠിക്കലും എഴുതലും താല്പര്യമില്ല. അപ്പൊ നിങ്ങളെ മക്കളിൽ പേടിയുള്ളത് ബെഡ്റൂമിൽ പഠിക്കുകയാണെന്ന് പറഞ്ഞ് വാതില് പൂട്ടിയിട്ടുണ്ടല്ലോ, അവിടെ പൂട്ടിക്കോട്ടെ. 1-ാമത്തെ പോയിന്റ് എനിക്ക് കിട്ടി. അപ്പൊ ഐറ്റകള് പഠിക്കുന്നുള്ള കാര്യം ഉറപ്പായല്ലോ നിങ്ങൾക്ക്. അല്ല, നിങ്ങൾ പണ്ട് പഠിക്കുവേനാ? നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നൊരു സാധനം പറയട്ടെ, പണ്ട് കുറച്ചും കൂടി പഠിച്ചിട്ടുണ്ടേ ഞാൻ എന്തെല്ലോ ആവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ? ആ നിങ്ങൾക്ക് പഠിക്കാൻ ആരായാലും പറയാത്തത്? നിങ്ങളെ തൂപ്പിയാഷങ്ങളെ കുത്തിച്ചീച്ച് പഠിപ്പിച്ചിട്ടില്ലേ? പഠിക്കാതെ ഇങ്ങനെ നിന്നത് നിങ്ങളല്ലേ? ഉമ്മയും ഉപ്പയും പഠിക്കുന്ന എന്ന് പറഞ്ഞത് നിങ്ങളല്ലേ? എന്നിട്ട് ഇപ്പം പറയാ അന്ന് കുറച്ചും കൂടി പഠിച്ച് ആയിട്ട് നിങ്ങളെ മക്കളെ എന്നെ ലേറ്റ് എഴുതി. അപ്പൊ ഈ കുട്ടികളും അങ്ങനെ തന്നെയായിരിക്കുമെന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ സംഗതി മനസ്സിലായല്ലോ. അപ്പൊ ഈ കുട്ടികൾക്ക് മൊബൈൽ ഫോണിൽ തോണ്ടാനാണ് താല്പര്യം, കളിക്കാനാണ് താല്പര്യം. അല്ല, നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ എന്തുണ്ടല്ലോ, പോട്ടെ, വേറെന്തെങ്കിലും ലഹരി ഉണ്ട് നിങ്ങൾക്ക്? ഒന്നുമില്ല. നമ്മളൊന്നും കൂടി ആലോചിച്ചോക്കെ, ഒന്നുമില്ല. അല്ല, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടാണ് കഴിച്ചാ ഭാര്യനെ എങ്ങനെ ആലോചിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവുക? വീണ്ടും വീണ്ടും ഭാര്യനെ കാണുമെന്ന് തോന്നുന്നില്ല നിങ്ങൾക്ക്? ഇല്ല. അങ്ങനെ കുട്ടികൾ പറയാൻ കേട്ടോ ഇല്ലോലും. അപ്പൊ ഐറ്റിയൊക്കെ ഇതെല്ലാം മനസ്സിലാക്കി. അപ്പൊ സംഗതി ഇവിടെ ലഹരിക്കെതിരെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാം നിങ്ങൾക്ക് അറിയാം. എന്നെപ്പോ തന്നെ ടോറും ഭാര്യനെ ആലോചിക്കുമ്പോൾ മുഖം കറുത്തുപോയി സാരമില്ല, ഉണ്ടാവും അത്. അല്ല, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലേ? കഴിച്ചമ്മ ഭർത്താവിനെ എങ്ങനെ ആലോചിക്കുമ്പോൾ സന്തോഷമില്ല? വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നുന്നുണ്ടാ? നിങ്ങളില്ലേ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടാ. ഇങ്ങനെ അത് ഈ തലാട്ടലില്ലേ, അതിൽ എന്നെപ്പോ തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഒരു കാര്യം മനസ്സിലായല്ലോ, ഭർത്താവിന് ഭാര്യ ലഹരിയല്ല, ഭാര്യക്ക് ഭർത്താവ് ലഹരിയല്ല, ഭർത്താവിനും ഭാര്യക്കും മക്കളും ലഹരിയല്ല. പ്രശ്നം മനസ്സിലായോ? ഇവിടുത്തെ പ്രശ്നം എന്താ മനസ്സിലായോ? ഭർത്താവിന് ഭാര്യനെ കാണുമ്പോൾ സന്തോഷം ഉണ്ടെങ്കിലല്ലേ ഭർത്താവിന് വീട്ടിലേക്ക് വരാൻ തോന്നൂ. ഭർത്താവിനും ഭാര്യക്കും മക്കളെ കാണുന്ന മുട്ടിയാലല്ലേ ഐറ്റേക്ക് സ്കൂൾ വിട്ടാൽ വീട്ടിലേക്ക് വരാൻ തോന്നുള്ളൂ. അങ്ങനെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരാണ്ട് റെയിൽവേ ട്രാക്കിലൂടെ നടക്കുന്നുണ്ട് എങ്കിൽ ആ മക്കളുടെ കണ്ണിൽ നിങ്ങൾ ജീവിക്കുന്നില്ല എന്ന് മനസ്സിലായിക്കൊള്ളി. നിങ്ങൾ ബാപ്പനെ കുറിച്ചും ഉമ്മയെക്കുറിച്ചും കണ്ണുകളിൽ, ബാപ്പയും ഉമ്മയും കണ്ണുകളിൽ ജീവിക്കുന്ന ഒരു കുട്ടിയും തോന്നിയാസയായി ഇവിടെ ജീവിക്കില്ല. ആ കുട്ടി നിങ്ങൾ ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ല. നിന്നെ തൊട്ടാൽ മാന്തിയാൽ നിന്റെ ജീവിതം നശിച്ചു പോകുമെന്നുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ സംഗതി മനസ്സിലായി. ഇപ്പൊ എന്തുകൊണ്ടാന്ന്? ആരായി റോഡുമ്പോൾ കൂടി നടക്കുന്നതിന് കാരണം ആ കുട്ടീനെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല. എന്തുകൊണ്ടാ ഭർത്താവും ഭാര്യ ഇത് ചിന്തി? ഞാൻ ലഹരി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരേണ്ട എന്തായിരുന്നു? എൻ്റെ ഭാര്യയാണ് ലഹരി, എൻ്റെ ഭർത്താവാണ് ലഹരി, എനിക്ക് മക്കളാണ് ലഹരി. ആ കുട്ടികൾ പറയണം എനിക്ക് ബാപ്പയാണ് ലഹരി, എൻ്റെ ഉമ്മയാണ് ലഹരി, എൻ്റെ വീടാണ് ലഹരി എന്ന് പറയണമായിരുന്നു. അത് പറയാൻ കഴിയാത്തിടത്തോളം കാലം ഇവിടെ ഒളിച്ചോട്ടങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. ഈ റെയിൽവേ ട്രാക്കിൽ തോന്നിയാസങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഈ മണ്ണിൽ ആത്മഹത്യകൾ പെരുകിക്കൊണ്ടേയിരിക്കും. ഈ റെയിൽവേ ട്രാക്കിൽ ഇങ്ങനത്തെ കളി കളിക്കുന്നുണ്ടല്ലോ 17-12 വയസ്സല്ലേ സുരേഷ് ബാബു എന്ന് പറയുന്ന ഒരു സാറ് പ്രസംഗിക്കുന്ന നിങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണ് പ്രണയം ഇങ്ങനെ ആയിപ്പോയെന്ന്? ഇപ്പോഴത്തെ പ്രണയമെല്ലാം സെക്സിൽ അധിഷ്ഠിതമാണ്. സെക്സ് നടക്കണം എന്ന് മാത്രമേ ആ കുട്ടിയെ ഉള്ളൂ. ആൺകുട്ടീനെ സംബന്ധിച്ചിടത്തോളം സെക്സ് നടന്നു കഴിഞ്ഞാൽ പെൺകുട്ടീനെ പിന്നെ വേണ്ട വരില്ല. പെൺകുട്ടിക്കാണെങ്കിൽ ഇത് നടന്നു കഴിഞ്ഞാൽ ഓ മാത്രം മതി എന്നും പറഞ്ഞാൽ നടക്കുക. പിന്നെ എങ്ങനെയാ മരിക്കാതിരിക്കുക കുട്ടികൾ? എങ്ങനെയാണ് കുട്ടികൾ നശിച്ചു പോകാതിരിക്കുക? ഈ ബോധം ആർക്കുണ്ടാവണം? ആദ്യം രക്ഷകർത്താക്കൾക്ക് ഉണ്ടാവണം. ഈ ബോധ്യങ്ങളെല്ലാം കുട്ടികളുടെ മനസ്സിലേക്ക് 17 വയസ്സിന് മുമ്പേ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ചങ്കൂറ്റമുള്ളവരായിട്ട് നിങ്ങൾ മാറണം. അതുകൊണ്ട് ഞാൻ കുറ്റം പറയില്ല. 16 വയസ്സുകാരൻ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ അത് ഓൻ്റെ കുഴപ്പമല്ല. ആ തലച്ചോറിലേക്ക് ചേർത്ത് നിർത്താനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടായി കൊടുത്തില്ല. സംഗതി മനസ്സിലായല്ലോ? പറഞ്ഞ മനസ്സിലായ? അതുകൊണ്ടാണ് പോലീസുകാർ ലഹരിക്കെതിരെ നടത്തിയ പോരാട്ടത്തിൽ ഇന്ന് വരെ ലഹരി വേണ്ട എന്ന് പോലീസുകാരൻ പറഞ്ഞിട്ടില്ല. നിങ്ങളാണ് മെഴുകുതിരി കത്തിച്ചത്. അരുത് ലഹരി, വീട് അരുത്, ഭർത്താവ് അരുത്, ആരും അരുത് എന്ന് പറഞ്ഞത്, പഠനം അരുത്, കളി അരുത് നിങ്ങൾ പറഞ്ഞത്. പോലീസുകാർ ലഹരിക്കെതിരെ നടത്തിയ പോരാട്ടത്തിൽ പോലീസ് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം എന്തെന്നറിയോ? ജീവിതമാണ് ലഹരി, ജീവിതം ആകണം ലഹരി. ഇവിടെ ജീവിക്കാൻ കൊതി തോന്നണം ഓരോ മനുഷ്യർക്കും. നമ്മളെ മക്കൾക്ക് ജീവിക്കാൻ കൊതിയുണ്ടാ? ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ജീവിക്കാൻ കൊതിയില്ല. കാരണം എന്താ അറിയോ? ഞാൻ പരീക്ഷ തോക്കുന്നൊരു ചെക്കനാ.
പക്ഷെ എനിക്ക് അതിന് സങ്കടമൊന്നുമില്ല. കാരണം സൂപ്പി മാഷ് എന്നോട് ആദ്യം പറഞ്ഞു, പഠിച്ചിട്ടില്ലേ തോക്കും പൊട്ട, തോറ്റാൽ ഞാൻ അടിക്കും പൊട്ട. എൻ്റെ 4ാമത്തെ വയസ്സിൽ എൻ്റെ സൂപ്പി മാഷ് എന്നെ പഠിപ്പിച്ച സാധനമായത്, പഠിച്ചിട്ടില്ലെങ്കിൽ തോക്കും പൊട്ട, തോറ്റാൽ ഞാൻ അടിക്കും പൊട്ട. അതുകൊണ്ട് തന്നെ എനിക്ക് 8ാം ക്ലാസ്സിൽ നിന്ന് ഞാൻ തോറ്റപ്പോൾ എണീറ്റാടെന്ന്, സാർ അടിച്ചോളൂ, കാരണം എൻ്റെ തലച്ചോറിനോട് മാഷ് പറഞ്ഞു എനിക്ക്. പക്ഷെ എൻ്റെ അമ്മേൻ്റെ തലച്ചോറിനോട് ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഞാൻ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ കാത്തുക്കും. ഞാൻ വരുന്നത് അങ്കപ്പെട്ട അമ്മ തന്നെ, എനിക്ക് ചോറ് തരാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്ന അമ്മയെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എൻ്റെ അമ്മ കയറി ചെല്ലുമ്പം തന്നെ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ, നിങ്ങളെപ്പോലല്ല കേട്ടോ എൻ്റെ അമ്മ, പരീക്ഷ പേപ്പർ കിട്ടിയോന്ന്. മനുഷ്യന്മാർക്ക് ഓർക്കുവാൻ ഇട്ടയില്ലാത്ത സാധനം വീട്ടുകാരും ചോദിക്കേണ്ട സാധനമാണോ അത്? വീട്ടിലെല്ലാം തന്നെ എങ്ങനെയല്ലോ വരുന്നത്. അന്നേരത്താണ് ഒടുക്കത്തെ ചോദ്യം, പേപ്പർ കിട്ടിയോ? ഞാൻ അവനെ ഉളുപ്പില്ലാണ് ഞാൻ പറഞ്ഞു, ആ കിട്ടി. എത്ര? അവന് 3 മാർക്ക്. എനിക്ക് 3 മാർക്ക് കിട്ടിയതിന് എൻ്റെ അമ്മക്ക് ഒരു വിഷമവും ഇല്ല കേട്ടോ. എനിക്ക് പണ്ടേ വിഷമമില്ല, കാരണം പഠിക്കാത്തതുകൊണ്ടാണല്ലോ. പക്ഷെ എൻ്റെ അമ്മേൻ്റെ 2ാമത്തെ ചോദ്യം, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, എൻ്റെ കൂടെ സ്കൂളിൽ നിന്ന് വരുന്ന എൻ്റെ അപ്പുറത്തെ വീട്ടിൽ മുഹമ്മദ് മാഷ്, ഇപ്പം മാഷാണ്. എൻ്റെ അമ്മ ചോദിക്കുക, മുഹമ്മദിന് കിട്ടിയ? എനക്കാണ് അവനെ കണ്ണെടുത്താൽ കണ്ണുകൂടാ. ഞാൻ ആ കിട്ടി. എത്ര? 47. അന്നേരത്താണ് എൻ്റെ അമ്മ ഉണർന്നത്. എൻ്റെ മോൻ തിന്നും തന്നിട്ട് എന്ത് ഉപകാരം എനിക്ക്, മറ്റോനെ മറിച്ചോനെ ഉളുപ്പില്ലാത്തവനെ. ഒരു കുട്ടി വീട്ടിൽ വരുമ്പോൾ അമ്മ പറയേണ്ട വർത്താനം അത് നിങ്ങൾ പറ, നിങ്ങൾക്ക് ഇഷ്ടാവുമോ? അതേ സംഭവം എൻ്റെ മോള് സ്കൂളിൽ നിന്ന് വരുമ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ എൻ്റെ മോക്ക് ഇഷ്ടാവുമോ? എനിക്ക് കിട്ടിയ നന്മകൾ ഞാൻ എൻ്റെ മക്കളിലേക്ക്, എനിക്ക് കിട്ടിയ തിന്മകളും മക്കൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? അതുകൊണ്ട് എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, ഭാര്യയെ മക്കൾ സ്കൂൾ വിട്ടു വരുമ്പോൾ ഇനി മിണ്ടരുത്. ആഴ്ചകളോട് സ്കൂളെ കാര്യങ്ങളും ബൈക്കുള്ള കാര്യങ്ങളും ഇന്നത്തെ ക്രിക്കറ്റിലെ കാര്യങ്ങളെല്ലാം ചോദിക്കണം. അവൾ പറഞ്ഞു ഞാൻ ചോദിക്കും. എന്നിട്ടോ പിറ്റേന്ന് പിന്നെയും കിട്ടിയേ കുട്ടിക്ക് പിന്നെ എങ്ങനെ ഇഷ്ടാവും? അതുകൊണ്ട് ഞാൻ ഇപ്പം ചെയ്തൊരു കാര്യം എന്താണെന്നറിയോ, എൻ്റെ മോള് ഇപ്പം 6ാം ക്ലാസ്സിലാണ്. എൻ്റെ ഭാര്യ ഓളും തമ്മിലുള്ള സംസാരം കേട്ടാൽ ഞങ്ങൾ ചിരിച്ചു മരിക്കൂ. ആകെ ഓള് സംസാരിക്കുന്നത് പടി തിന്ന് കുളി, പടി തിന്ന് കുളി, ഇങ്ങനെ. ഈ അടുക്കളയിൽ വരുമ്പോൾ ഈറ്റുള്ള ആട്ടി പിടിച്ചാളിയാ. അങ്ങനെ ഞാൻ ചോദിച്ച എല്ലാവരും ഇഞ്ഞെന്നാ പറയുന്നത്, പോന്ന് കുട്ടി കേട്ടാ പിന്നെ ഇനി 60 വയസ്സാകുമ്പോൾ നമ്മൾ 2 പോണ്ടേ വരും വീട്ടിൽ നിന്ന്. അവിടെ ഇനി മുതൽ ഇനി പറഞ്ഞു. അപ്പോൾ അന്നേരം അവള് ഓക്കെ പറയും. പക്ഷെ പിന്നെ ഇങ്ങനെ തന്നെ. അവിടെ ഞാനിന് എനക്കെൻ്റെ മോള് വേണമെന്നുള്ള വാശികളുണ്ട്. എൻ്റെ മോക്ക് 6ാമത്തെ വയസ്സിൽ 10ാം ക്ലാസ്സിൽ 10 വയസ്സിൽ എൻ്റെ മോള് ആഗസ്റ്റ് 14 ബർത്ത്ഡേക്ക് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുത്ത സമ്മാനം എന്താണെന്നറിയോ? ബർത്ത്ഡേക്ക് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ എൻ്റെ മോക്ക് സമ്മാനമായി വാങ്ങിച്ചു കൊടുത്തത്, എൻ്റെ മോന് സമ്മാനമായി വാങ്ങിച്ചു കൊടുത്തത് 2 പോത്തിൻ്റെ കുട്ടിയുടെയാണ്. പശുവിനെ വാങ്ങിച്ചു കൊടുക്കാൻ ഇഷ്ടം. പക്ഷെ പശുവിനെ എൻ്റെ അവിടെ ആലയില്ലാത്തത് കൊണ്ട് പോത്തിനെയാണ് വാങ്ങിച്ചു കൊടുത്തത്. ഭാര്യ ചോദിച്ചു എന്തിനാ പോറ്റി എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ 2 മാസം കൊണ്ട് അതിൻ്റെ മാറ്റം എൻ്റെ വീട്ടിലുണ്ടായി. ഈ പോത്ത് എന്ന് പറഞ്ഞ പേരാട്ടോ അതിനുള്ളൂ. എൻ്റെ മക്കൾ അതിന് ജീവന് തുല്യ. 4 കാലാകുമ്പോൾ എൻ്റെ മകളെയും മകനെയും കണ്ടിട്ടില്ലേ, പോത്ത് കിടക്കൂല. അറിയുകള്, പോത്ത് നിൽക്കൂല. പോത്തിന് ഇങ്ങനെ എന്തെല്ലോ പ്രശ്നമാണ്. ഒന്ന് എൻ്റെ അടുത്ത് അടുക്കളയിലുള്ള ഓളില്ലേ, ആ നിങ്ങൾ ചിരിച്ചേ സംഭവം. അപ്പൊ നിങ്ങളുടെ അടി ഇങ്ങനെ തന്നെയല്ലേ? അതാണ് വിഷയം. ആ പോത്തിന്റെ ടെൻഷൻ കാണുമ്പോൾ അവസാനം ഒരാഴ്ച കൊണ്ട് ഈ പോത്ത് ഇങ്ങനെ വന്നാലുകൾ കളിക്കുന്ന കളി കാണും. ശരിക്കും പോത്ത് എന്നുള്ള പേര് അതിനല്ലട്ടോ കൊടുക്കേണ്ടത്. ആയിരിക്കും കൊടുക്കേണ്ടത്? വേണ്ട. സംഭവം ഈറ്റയ്ക്ക് ബുദ്ധിയുണ്ട് കേട്ടാ. ഐറ്റയ്ക്ക് മനസ്സിലായി പോത്ത് എന്നുള്ള പേര് ശരിക്കും ചേരുന്ന വേറെ ആളുണ്ട് എന്ന് ഐറ്റകൾ പറയുന്നത്. എന്തായാലും സ്കൂളിൽ നിന്ന് വരുമ്പോൾ എൻ്റെ മോളെ കാത്തു കിടക്കുന്ന ഈ പോത്തും എൻ്റെ മോളും മോനും തമ്മിലുള്ള യുദ്ധം കാണുന്നത്. ഐറ്റകളെ മേത്തേക്ക് ഇത് വീഴുന്നു, ഐറ്റകൾ ഈറ്റയ്ക്ക് ഉമ്മ കൊടുക്കുന്നു. ഈസാൻ 2 മാസം കൊണ്ട് കണ്ട കാഴ്ച എന്നറിയോ? ഈറ്റകൾ അതിൻ്റെ പുറത്ത് കയറിയിട്ട് നടക്കുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ മോളെന്നോട് പറയും, അച്ഛൻ എനിക്ക് ഓട്ടോറിക്ഷ ഡ്രൈവർ അത്ര വിശ്വാസമില്ല അച്ഛാ, ഞാൻ പോത്തുമല്ല സ്കൂളിൽ പോകുന്നത്. ഞാൻ ഇപ്പം തൽക്കാലത്തേക്ക് ഇനി പോകല്ല, കാലൻ എന്നുള്ള പേര് കിട്ടും, കാലൻ്റെ വണ്ടിയാണ് പോത്തുമ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകാലോ. അത്രത്തോളം മക്കളും ഈ പോത്തും തമ്മിൽ ബന്ധം വന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മോളിനി സ്കൂൾ വിട്ടാ വീട്ടിലേക്ക് വരാതിരിക്കില്ല. കാരണം അവളെ കാത്തിരിക്കുന്ന, അവരെ കൊതിക്കുന്ന 2 ജന്മങ്ങൾ എൻ്റെ വീട്ടിലുണ്ട് എന്ന് എൻ്റെ മക്കൾക്ക് മനസ്സിലായി. പക്ഷെ ഇത്ര 10 കൊല്ലം പോറ്റിയിട്ടും ഭാര്യക്ക് വേണ്ടിയിട്ട് എൻ്റെ മക്കൾ വരുമെന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്കുണ്ടാ? അപ്പൊ ഇവിടെ ആരാണ് പരാജയങ്ങൾ? അത് തന്നെ നമ്മളെ പ്രശ്നവും. നമ്മൾ ഭാര്യയിൽ നിന്ന് സ്നേഹിക്കുന്ന എന്താ, വിചാരിക്കുന്ന എന്താ, കിട്ടണമെന്ന് വിചാരിക്കുന്ന എന്താ? പറഞ്ഞോളി. സ്നേഹവും കരുതലും. നിങ്ങളെ ഭർത്താവിൽ നിന്ന് നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? ATM കാർഡാ? ഇത് തന്നെയാ പ്രശ്നം. ATM കാർഡാ?
എന്തിനായി ക്ലാസ് എടുക്കുന്നത് എനിക്ക് തിരിഞ്ഞിക്കേയില്ല. ഞാൻ പറഞ്ഞു ആരും നന്നായിക്കൊന്നും ഇല്ല ഇതുവരെ. ഭർത്താവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്നേഹവും കരുതലുമാണ്. നമ്മൾ പറയുന്നതെല്ലാം കേൾക്കുന്ന ഒരു ചങ്ങായി. ഒന്ന് ആലോചിച്ചോക്കെ എന്ത് രസം ഉണ്ടാവും അത്. ഇതെല്ലാം നമുക്ക് രസം തോന്നുമെങ്കിലും പക്ഷെ നമ്മളെ ഭാര്യയോട് എനിക്ക് എൻ്റെ ഭാര്യയോടാട്ടോ രസം ഇല്ലാണ്ടുള്ളൂ. അങ്ങോട്ടെല്ലാം നല്ല രസമുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാ? അപ്പൊ ഇതൊരു വിഷയമാണ്. അപ്പൊ എല്ലാവരുടെ വിഷയം ഇത് തന്നെയാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ അവരെ സ്നേഹിക്കാൻ, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ, അവരെ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ, എന്തെങ്കിലും രണ്ട് വർത്താനം ചോദിക്കാൻ നിങ്ങൾ തയ്യാറാവണം. എന്നോട് കഴിഞ്ഞ ഒരു ക്ലാസ്സിലൊരു അമ്മ ചോദിച്ചു, എൻ്റെ ഭർത്താവ് എല്ലാവരും ഇങ്ങനെ നോക്കുന്നെല്ലാം ഞാൻ കാണുന്നു, പക്ഷെ എന്നെ മാത്രം അവർക്ക് ഇഷ്ടമല്ല. എന്നെ കാണുമ്പോൾ മാത്രം കുടുകുടുന്ന് ഇങ്ങനെ പറയുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാ? അങ്ങനെ ഉണ്ടാ? നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാ? നിങ്ങളെ ഭാര്യയോട് മാത്രം ഒരു ഇട്ടക്കേടുണ്ട് നിങ്ങൾക്ക്? ഞാൻ നോക്കുമ്പോൾ എനക്കുണ്ട് കേട്ടാ. ഞാൻ പിന്നീട് എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ ഭാര്യനെ നോക്കുമ്പോൾ ഇട്ടക്കേട് ഇല്ലാണ്ടായിക്കില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഞാൻ നിങ്ങളെല്ലാം നോക്കുമ്പോൾ എന്ത് നല്ല വസ്ത്രങ്ങൾ ഇട്ട് എന്ത് നല്ല സുന്ദരി കുട്ടികളായിട്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. പക്ഷെ എൻ്റെ വീട്ടിൽ പോയാൽ ഓളെ കാണങ്ങൾ ഒരു മത്തി മണക്കുന്ന ഒരു മാക്സിയും ഇങ്ങനെയുള്ളൊരു സാധനം. പിന്നെ എങ്ങനെയാ ഓളെ നോക്കും നമ്മള്? പക്ഷെ ഓള് റോഡുമ്പോൾ കൂടി പോകുമ്പോൾ നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് വേറെ ആളെല്ലാം ഓളെ നോക്കുന്നുണ്ട്. എനിക്കെന്താ ഓളെ നോക്കാൻ കഴിയാതെ? സംഭവം സത്യമല്ല ഇത്. അതുകൊണ്ട് ഭർത്താവിൻ്റെ മുമ്പിൽ കുറച്ചെല്ലാം അണിഞ്ഞൊരുങ്ങി നടക്കാനും അവരോട് ചിരിക്കാനും അവരെ ആകർഷിക്കാനും കഴിയുന്ന രീതിയിൽ നിങ്ങളെ സ്വഭാവം മാറ്റണം. അങ്ങനെ നിങ്ങളെ മക്കൾ ആ സ്വഭാവം കണ്ട് വളരണം. അങ്ങനെ സ്നേഹവും കരുതലും ആ കുട്ടികൾക്ക് നിങ്ങൾ പകരണം. പറഞ്ഞു മനസ്സിലായില്ല? അപ്പൊ പ്രശ്നം എന്താ അവിടുത്തെ? ഇപ്പോ പറഞ്ഞോളൂ, എന്താ പ്രശ്നം? ഇപ്പോ നമ്മളെ കുടുംബം ശരിയായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നു. കുറെ പൈസ ഉണ്ട്, കുറെ വലിയ വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവിടെ എന്തില്ല? കരുതലില്ല, സ്നേഹമില്ല, പരസ്പര ധാരണയില്ല. എൻ്റെ മക്കൾ നശിക്കില്ല എന്നുള്ള വിശ്വാസം മാത്രമേ നിങ്ങൾക്കുള്ളൂ. അവിടെ മക്കളുടെ കണ്ണിൽ നിങ്ങളുടെ ചിത്രം തെളിയണം. ഭർത്താവിൻ്റെ കണ്ണിൽ ഭാര്യയുടെ ചിത്രം തെളിയണം. അങ്ങനെ ഭാര്യയുടെ ചിത്രം തെളിയുന്ന ഏതെങ്കിലും ഭർത്താവ് കണ്ട പെണ്ണിന്റെ പയ്യനെ പോവോ ഇല്ലയോ? പോണമെന്നല്ല ഉണ്ടെങ്കിലും നിങ്ങളെ ചിത്രം ഇങ്ങനെ തെളിയുമ്പോൾ വേണ്ട, ഇവളെ എങ്ങനെയാ പറ്റിക്കോ എന്ന് തോന്നിയിട്ട് ഇങ്ങ് പോരും. ഭാര്യന്റെ കണ്ണിൽ ഭർത്താവിന്റെ കണ്ണിൽ ഭാര്യ ഇല്ലെങ്കിൽ ഓൾ പോവും, നിങ്ങളെ കണ്ണിൽ ഭർത്താവില്ല നിങ്ങൾ പോവും. ശരിയാണോ? മക്കളെ കണ്ണിൽ നിങ്ങളില്ലെങ്കിൽ പണ്ടേ ഐറ്റികൾ പോയിക്കിണ്ടാകും. കാരണം ഐറ്റിയൊക്കെ അന്തംപെട്ട ബുദ്ധിയാ, നിങ്ങളെ പോലെ അല്ല ഐറ്റികൾ. അപ്പൊ സംഗതിയെല്ലാം മനസ്സിലായല്ലോ. നിങ്ങൾ ഏത് ലഹരി ഇല്ല എന്നാ എന്നോട് പറഞ്ഞത്? നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞല്ലോടോ. നിങ്ങളെല്ലാം പറഞ്ഞില്ല ഇല്ലാന്ന്. ഞാൻ പറഞ്ഞു വായനയാണ് ലഹരി, കളിയാണ് ലഹരി, സീരിയലാണ് ലഹരി, പാട്ടാണ് ലഹരി, മൊബൈൽ ഫോണാണ് ലഹരി എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഏത് ലഹരിനെ കുറിച്ചാണ് ഇല്ല എന്ന് പറഞ്ഞത്? ഒന്ന് വേഗം പറ. നിങ്ങൾ പറഞ്ഞത് എന്താന്ന് എനിക്കറിയാം. സിഗരറ്റിനെ കുറിച്ച്, കള്ളിനെ കുറിച്ച്, കഞ്ചാവിനെ കുറിച്ച് ഞങ്ങളെല്ലാം ഇല്ല എന്ന് പറഞ്ഞത്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അപ്പൊ നിങ്ങൾ ഈ കുട്ടീനോട് ലഹരി എന്ന് പറഞ്ഞപ്പോ ചൊട്ടയിലെ പഠിപ്പിച്ചത് എന്തിനെ കുറിച്ചാ? വേണ്ടാത്ത കള്ളിനെ കുറിച്ച്, ആ കുട്ടിയുടെ മനസ്സിലേക്ക് വരാൻ പാടില്ലാത്ത ലഹരിയെ കുറിച്ച് ഞങ്ങൾ പഠിപ്പിച്ചു. നിങ്ങൾ പഠിപ്പൊരു ലഹരിയാണെന്ന്, കളിയൊരു ലഹരിയാണെന്ന് നിങ്ങൾ ആരും പഠിപ്പിച്ചു കൊടുത്തില്ല. അതുകൊണ്ട് ഐറ്റകൾ എങ്ങനെ നടന്നു? പോട്ടെ, നിങ്ങൾ സിഗരറ്റ് കണ്ടിട്ടുണ്ടോ? ഈ ലഹരിനെ, വേണ്ടാത്ത ലഹരിനെ കുറിച്ചപ്പോ നിങ്ങൾക്ക് എന്താ ടെൻഷനൊന്നും ഇല്ലാത്ത? നിങ്ങളെ വീടെല്ലാം സുരക്ഷിത. നിങ്ങളോട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറയും, നിങ്ങൾ ഇന്ത്യ നന്നാക്കുമെന്നും തൽക്കാലത്തേക്ക് നിൽക്കണ്ടേക്ക്. അതിനെല്ലാം ഇവിടെ ആളുണ്ട്. കേരളം നന്നാക്കാൻ തീരെ നോക്കണ്ട നിങ്ങൾ, അതിനെല്ലാം ഇവിടെ ആളുണ്ട്. ഈ മഹല് നന്നാക്കുവാൻ നിങ്ങൾ നോക്കണ്ട, അതിനെല്ലാം ചാങ്കൂറ്റുള്ളവരും ഇവിടെ ഉണ്ട്. നിങ്ങൾ നന്നാക്കേണ്ടുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെയാ? വീട് ഉണ്ടാ? ഐറ്റൊക്കെ അറിയാം, നിങ്ങൾക്ക് ഇരിഞ്ഞിക്കില്ല. വീട് നന്നാക്കണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ വീട് സുരക്ഷിതമാണോ? യെസ് ഓർ നോ? ഈറ്റകൾ പറയുന്നുണ്ട് ഉമ്മക്കും ഉപ്പക്കും ഇതുവരെ തിരിഞ്ഞിക്കില്ലടോ സുരക്ഷിതാന്ന്. ഒരനങ്ങാണ്ട് നിൽക്കുവാണ് ഈറ്റ. കാരണം ഓലിക്ക് ഇപ്പോൾ ഇങ്ങനെ സംശയമാണ്. പക്ഷെ നിങ്ങളെ മനസ്സിൽ ഇപ്പോഴും ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോഴും നിങ്ങളെ മനസ്സിൽ ഞാൻ സങ്കടം കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ കേരളത്തിന്റെ സ്ഥിതി അതീവ ദയനീയമാണ്. നിങ്ങളെ വീട്ടിലിപ്പോ ഇതൊന്നും ഇല്ലാന്നൊക്കെ നിങ്ങൾ കള്ളും കഞ്ചാവും സിഗരറ്റും MDMA ഒന്നും ഇല്ലാന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ 2022 ഡിസംബർ 31 നമ്മുടെ കണക്ക് പ്രകാരം കേരളം സുരക്ഷിതമല്ല. കേരളത്തിൽ പോട്ടെ, നിങ്ങൾ പയ്യോളി എന്ന് പറഞ്ഞൊരു സ്ഥലമില്ല ഇവിടെ, അവിടെ ഒരു ബീവറേജ് ഉണ്ട്, അറിയോ നിങ്ങള്? ആ ബീവറേജ് ദിവസത്തെ കച്ചവടത്തിലെന്ന് അറിയുന്നത് 9 ലക്ഷം റുപ്യ. എത്ര? ഇതാരാ കുടിക്കുന്ന 9 ലക്ഷത്തിന്റെ ബീവറേജിലെ മാനേജറാ? പയ്യോളി പോലീസാ? ആരാ കുടിക്കുന്നത്? നിങ്ങളെ നാട്ടിലും വീട്ടിലുള്ള ആൾക്കാരാ. അത് നിങ്ങളെ അപ്പൊ നിങ്ങളേക്കും ബീവറേജ് തുറന്നു വെച്ചോണ്ടല്ലേ ഇവിടെ എല്ലാവരും കുടിക്കുന്നേ? ബീവറേജ് തുറന്നു വെച്ചോണ്ട എല്ലാവരും കുടിക്കുന്നേ?
എന്നാ ബീവറേജിന്റെ അപ്പുറത്ത് ഒരു എലിവേഷത്തിന്റെ പീടിക ഉണ്ടല്ലോ, ആ തങ്ങളെ ഭർത്താവ് പോയിട്ട് ഒരു ബ്രാൻഡി ഒരു എലിവേഷം. അങ്ങനെ എന്താ വാങ്ങാത്തത്? ബ്രാൻഡി കുടിച്ചാൽ ചത്തൂല എന്നുള്ള ബോധവും എലിവേഷം തിന്നാൽ മരിച്ചു എന്നുള്ള ബോധവും നിങ്ങളെ ഭർത്താവിനുണ്ട്. ശരിയാണോ? ഇപ്പൊ പെണ്ണുങ്ങളും വാങ്ങുന്നുണ്ട് കേട്ടോ അവിടുന്ന്. അതെ, നിങ്ങൾ അത്ഭുതമൊന്നും പെടണ്ട. പയ്യോളി ബാറിൽ ബീവറേജിൽ നിന്ന് പെൺകുട്ടികൾ ബീർ വാങ്ങി കുടിക്കുന്ന ഞാൻ കണ്ടിരിക്കും. അവിടെ സൂക്ഷിച്ചോ, അത് നിങ്ങളെ മക്കളും എൻ്റെ മക്കളും അല്ലേ ആയിരിക്കും. എനിക്ക് സങ്കടമാണ്, അവിടെ സൂക്ഷിക്കണം. എൻ്റെ കണക്കതല്ല. നിങ്ങളെ വീട് സുരക്ഷിതമാണോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഏസൽ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ? അല്ല, നിങ്ങൾ കള്ളു കുടിക്കുക? ഇല്ല. നിങ്ങൾ കുടിക്കുക? അല്ല ഉമ്മ, നിങ്ങൾ കുടിക്കുക? നിങ്ങളൊന്നും കുടിക്കൂല. എന്നാ നിങ്ങൾ പേടിക്കണം. കാരണം 2022 ഡിസംബർ 31 കണക്ക് പ്രകാരം കേരളത്തിന്റെ മണ്ണിൽ വിറ്റ മദ്യത്തെ ജനസംഖ്യ കൊണ്ട് അരിച്ചപ്പോൾ ഒരാൾ കുടിച്ച മദ്യത്തിന്റെ അളവ് കിട്ടണ്ടേ? ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഇപ്പം ജനിച്ച കുട്ടി മുതൽ ഇപ്പം മരിച്ച ആള് വരെ. അപ്പൊ നമ്മളെല്ലാം ജനസംഖ്യപ്പെടും, നിങ്ങളെല്ലാം പെടുപെടും കേട്ടോ. അതായത് കേരളത്തിലെ വിറ്റ മദ്യത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചപ്പോ നിങ്ങൾ ഒരാൾ കുടിച്ച മദ്യത്തിന്റെ അളവ് കിട്ടി. നിങ്ങൾ കുടിച്ചിട്ടില്ല എന്നല്ല പറയുന്നത്, പക്ഷെ ഗവൺമെന്റ് പറയുന്നു കേരളത്തിൽ ഒരു മനുഷ്യൻ 8.7 ലിറ്റർ മദ്യം കുടിക്കുന്നുണ്ട് എന്ന്. എത്ര? 8. അതായത് നമ്മൾ പഞ്ചാബിനെ തോപ്പിച്ചേട്ടാ. പഞ്ചാബിന് 1-ാം സ്ഥാനത്ത്. നമ്മളെ ഒറ്റ പ്രവർത്തനം കൊണ്ട് നമ്മളാണ് ഇപ്പൊ 1-ാമത്. വിട്ടുകൊടുക്കരുത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കുടിക്കുന്നില്ല എന്നല്ല പറഞ്ഞത്, പക്ഷെ നിങ്ങൾ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞാലും ഗവൺമെന്റ് പറയുന്നത് 8.7 കുടിക്കുന്നുണ്ട്. നിങ്ങൾ കുടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുടിക്കണം 17.4. നിങ്ങളും കുടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഉമ്മ നിങ്ങൾ കുടിക്കണം 27 ലിറ്റർ. നിങ്ങളും കുടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറേറ്റർ കുടിക്കണം 32 ലിറ്റർ. നിങ്ങൾ ആരും കുടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ബാക്കി നമ്മളെ സെക്രട്ടറി കുടിക്കണം ഇത് മുഴുവൻ. സെക്രട്ടറിയും കുടിക്കുന്നില്ല എന്നാ പറയുന്നതെങ്കിൽ പണ്ടാരം ഞാൻ കുടിച്ച് തീർക്കണം ഇത് മുഴുവൻ. ആരോ കുടിക്കുന്നുണ്ട്. അപ്പൊ ആരോ കുടിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പൊ ആലോചിക്കേണ്ട എവിടെയാ ഇന്ത്യനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കേണ്ടത്? കേരളത്തിനെ കുറിച്ചാ? മഹലിനെ കുറിച്ചാ? നിങ്ങൾ ആലോചിക്കേണ്ട ആരെ കുറിച്ചാ? നിങ്ങളെ വീടിനെ കുറിച്ച് വേഗം ആലോചിക്കും. അവിടെ 8.7 ലിറ്റർ ആരും കുടിക്കുന്നുണ്ടോ, അല്ല സിഗരറ്റ് വലിക്കുന്നുണ്ടോ, ഒന്ന് കഞ്ചാവ് വലിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ചാ? യെസ്. ഇനി എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. നിങ്ങൾ ആരെ കുറിച്ച് ആലോചിച്ചത്? കുടിച്ചോ എന്ന് ചോദിച്ചപ്പോ, വലിച്ചോ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ ആരെ കുറിച്ച് ആലോചിച്ചത്? ഞാൻ പറയട്ടെ, നിങ്ങൾ ബാപ്പേനെ കുറിച്ചിട്ട്. ബാപ്പ കുടിക്കോ? ഇല്ല. ഉപ്പാപ്പ പണ്ടേ കുടിക്കൂല. കാരണവർ കുടിച്ചിട്ടേ ഇല്ല. വല്യുമ്മ അത് കണ്ടിട്ടേ ഇല്ല. അങ്ങനെയല്ലേ നിങ്ങൾ ചിന്തിച്ചത്? ആ ചിന്തയൊന്നും ഇപ്പം വേണ്ട കേട്ടോ. അതെല്ലാം പണ്ട്. കേരളത്തിന്റെ മണ്ണിൽ ഇന്ന് ഞാൻ ഇപ്പൊ ഈ ചോദ്യങ്ങളോട് ചോദിച്ചപ്പോ നിങ്ങൾ ചോദിക്കേണ്ടുന്ന, നിങ്ങൾ വിചാരിക്കേണ്ടുന്ന ഒരു വേറൊരു ജന്മത്തെ കുറിച്ചാണ്. കേരള ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം കേരളത്തിന്റെ മണ്ണിൽ ലഹരി വസ്തു ഉപയോഗിക്കുന്ന മനുഷ്യന്റെ പ്രായം 2022 ഡിസംബർ 31 കണക്ക് പ്രകാരം 12 വയസ്സാണ്. എത്ര വയസ്സ് പറഞ്ഞോളി? ഒച്ചത്ത് പറഞ്ഞോളി. 12 അല്ല അങ്ങായി. ഫസ്റ്റ് വൺ. എനിക്ക് എത്ര വയസ്സായി? 13 ആയി കേട്ടാ. ഇനിയിപ്പോ ഏതാ ഉപയോഗിക്കുന്നുണ്ടെന്തെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. ഗവൺമെന്റ് പറയാൻ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് അവനെ വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷെ ഞാനൊരു കാര്യം ചെയ്യട്ടെ. എന്റെ പേരെന്താ? ഐഹാം. വെരി ഗുഡ്. ഈ ഐഹാമിന്റെ കുടുംബക്കാർ ബന്ധുക്കളുണ്ട് ഇവിടെ? ബാപ്പി ഉമ്മയായിട്ടുണ്ടോ ഐഹാമിന്റെ? ആരും വന്നിട്ടുണ്ടോ? ഐഹാമെ വന്നിട്ടുണ്ടോ? യെസ്. ഉമ്മണ്ടാ? ഞാൻ ഐഹാമിനോട് 13 വയസ്സുള്ള ഐഹാമിനോട് ഈ മഹലിൽ വന്നിട്ട് ഞാൻ ചോദിക്കുക, ഇനി എന്തെങ്കിലും ലഹരി വസ്തു ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന്. ഈ മഹലിലുള്ള ആളുകൾക്കും എൻ്റെ ഉമ്മക്കും ഉപ്പക്കും എന്നോട് തോന്നിയ സാധനം എന്താന്ന് പറയട്ടെ. എന്താ നിങ്ങൾക്ക് തോന്നി നിങ്ങളെ മനസ്സിൽ? ഇനി കണ്ടിന്യൂ അവൻ ഉപയോഗിക്കുന്നേ. മയക്ക കിട്ടും അപ്പാട് വിളിച്ചങ്ങ് പറയാ. ഇനി ആളുകളുടെ മുമ്പ് പറയുമ്പോൾ ഓൻ്റെ കല്യാണോ, എൻ്റെ പെങ്ങളെ കല്യാണോ, ഞങ്ങളെ കുടുംബത്തിനെ കുറിച്ച് ഇനി എന്തെങ്കിലും ചിന്തിച്ചോ? ഇനി എൻ്റെ മോനെ ചെന്ന് നോക്കാന്നല്ലാണ്ട് എൻ്റെ മോനെ ഇങ്ങനെ കുറച്ച് സാധനങ്ങളെ മനസ്സിൽ വന്നിട്ടില്ല. ഇപ്പോൾ കുറച്ചാൾ വിചാരിച്ചിട്ടുണ്ടോ ഇനി സ്റ്റേജിൽ നിന്ന് ഇറങ്ങടാ, എൻ്റെ കാണിച്ചു തരാം, ബാക്കി ഞങ്ങോട്ട് നടക്കും, എനിക്ക് ബാക്കി പറഞ്ഞു തരാന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അതൊന്നും ഇപ്പം തോന്നേണ്ടുന്ന സംഗതിയല്ല. കേരളത്തിൻ്റെ മണ്ണിൽ നിങ്ങളുടെ മക്കളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 12 വയസ്സുകാരനായ അൽഹാം ഈ ലോകത്തേക്ക് പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് നിങ്ങൾ നല്ലൊരു രക്ഷകർത്താവായി മാറുന്നത്. നിങ്ങളെ മഹലിലെ ഉസ്താദോ
നിങ്ങളെ ഈ സ്കൂളിലെ ടീച്ചറോ ഈ നാട്ടുകാരനോ നിങ്ങളെ മോനൊരു ഇങ്ങനെ അങ്ങനെയാ പറയുള്ളൂ, വേറൊന്നും പറയൂല. ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ മോനെ ഇനി നോക്കണ്ട, ഇനി എൻ്റെ മോനെ നോക്കണ്ട എന്നല്ല പറയേണ്ടത്. നിങ്ങളെ കുട്ടി വഴിതെറ്റിപ്പോകുന്നുണ്ടോ എന്ന് ആര് പരിശോധിക്കണം? ചോദിക്കുന്ന മാഷുടെ കാലും കൈയും തച്ചൊടിക്കുകയല്ല നിങ്ങൾ വേണ്ടത്. അങ്ങനെ കാലും കൈയും തച്ചൊടിക്കുന്ന അധ്യാപകനെ കാണുന്ന കുട്ടിയില്ലേ, അച്ഛൻ്റെയും അമ്മേൻ്റെയും കാലും കൈയും 10 കൊല്ലം കൊണ്ട് തച്ചു പൊട്ടിക്കും. ചൊട്ടയിലെ ശീലം അങ്ങനെയാണ്. കുട്ടി തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ തെറ്റാണെന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവണം. ഞാൻ വടകര പയ്യുള്ളി സ്റ്റേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ നാട്ടിലൊരു 8ാം ക്ലാസ്സിലെ കുട്ടിയോ 9ാം ക്ലാസ്സിലെ കുട്ടീനെയോ വൈകുന്നേരം കാണുന്നില്ല. ബാപ്പ സ്റ്റേഷനിലേക്ക് വന്നു. ബാപ്പ പറഞ്ഞു കാണുന്നില്ല. ഞാൻ ചോദിച്ചു ആരാ? ചെക്കനാ. ഏത് സ്കൂള്? ഓന്റെ ഫ്രണ്ട്. അതൊന്നും ഇനി ചോദിക്കണ്ട, ഇനി ഓനെ പിടിച്ചാൽ മതി എന്ന്. ഞാൻ ചോദിച്ചു എങ്ങനെയാ ഞാൻ പിടിക്കേണ്ടത്? ഓന്റെ ഫോട്ടോ ഉണ്ടായില്ല, ഫോട്ടോ ഇല്ല. അവസാനം അയാൾ പറയാ എനിക്ക് പിടിക്കാൻ പറ്റുമോ? പിടിച്ചാൽ മതി. ഞാൻ ചോദിച്ചു നിങ്ങളെന്ത് വർത്താനം പറയുന്നത്? ഓൻ്റെ സ്കൂൾ അറിഞ്ഞുകൂടെ നിങ്ങൾക്ക്? ഓൻ്റെ ഫ്രണ്ട്സിനെ അറിഞ്ഞുകൂടെ നിങ്ങൾക്ക്? നിങ്ങളെ എന്തെന്നാ പിന്നെ ഞാളെ എങ്ങനെയാ പിടിക്കേണ്ട? എങ്ങനെ തപ്പി പിടിച്ച് പിടിക്കാൻ പറ്റുമോ? അയാൾ എന്തെല്ലോ ചീത്ത പറഞ്ഞു പോയി. ഞാൻ അയാളോട് ആദ്യം വന്നപാട് ഫോൺ നമ്പർ വാങ്ങിച്ചിരുന്നു, വീട്ടിലെല്ലാവരെയും. മോന് ഫോണുണ്ടോ? ഞാൻ അങ്ങനെയാണ് പോറ്റുന്നത്. സ്കൂൾ വിട്ടാ വീട്, വീട് വിട്ടാ സ്കൂള്, വേറേടിയും പോയിട്ടില്ല. അങ്ങനെ ഈ ചങ്ങായി ചൂടായിട്ട് അങ്ങ് പോയപ്പോൾ എൻ്റെ അടുത്ത നമ്പറിലേക്ക് നമ്മൾ ഫോൺ വിളിച്ച് ചോദിച്ചു, അല്ല ഇതാരാണ്? അപ്പം പറഞ്ഞു ഞാൻ ഇന്നേ ആളാ ഉമ്മയാണ്. ഉമ്മ നിങ്ങളെ മോൻ ഏത് സ്കൂളാണ് പഠിക്കുന്നത്? ഉമ്മ പറഞ്ഞു ഇന്നേ സ്കൂളാണ് പഠിക്കുന്നത്. ഓൻ ഏത് ഡിവിഷനിൽ? അതൊന്നും എന്നോട് ചോദിക്കണ്ട, ഞാൻ ഇതുവരെ പോയിക്കില്ല. ഓൻ്റെ ഫ്രണ്ട്സിന് അറിയാമോ? ഫ്രണ്ട്സിനൊന്നും ഞാൻ അറിയൂടാ. വീട് വിട്ടാ വീട്, വീട് വിട്ടാ സ്കൂള്, സ്കൂൾ വിട്ടാ വീട്. ഫോണുണ്ടാ? ഫോണേ ഇല്ല. പഠിപ്പോട് പഠിപ്പ്, എപ്പോൾ റൂമിലിരുന്ന് പഠിക്കുവാണ്. ഫോട്ടോ ഉണ്ടാ? അതില്ല, ഒരു സാധനവും ഇല്ല. അതായത് പോലീസ് പിടിക്കണം പോലും. പോലീസ് എന്താ ജോത്സ്യനാണ്? ഇങ്ങനെ ആക്കിയിട്ട് പിടിച്ചു, അങ്ങനെ പറയാൻ പറ്റുമോ? പക്ഷേ അന്ന് രാത്രി 2 മണിക്ക് വടകര ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് എക്സൈസ് എവിടുന്ന് ആവട്ടെ അവിടെ നിന്ന് ഒരു ഫോൺ കിട്ടി. നമുക്ക് ഒരു ഫോൺ വിളി നമ്മുടെ സ്റ്റേഷനിലേക്ക്. ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെക്കൻ ഇങ്ങനെ നമ്മൾ പിടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങളെ ഏരിയയിൽ നിന്ന് ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ? അവനെ സാർ പ്ലീസ് അവൻ്റെ ഫോട്ടോ ഒന്ന് അയച്ചു തരൂ. സാർ നമ്മൾ കൊടുത്ത വാട്സപ്പിലേക്ക് ചെക്കൻ്റെ ഫോട്ടോ അയച്ചത്. ഈ ഫോട്ടോ എടുത്ത് നമ്മൾ പോയി പിന്നെയും രാത്രി അപ്പോഴേക്കും ഉമ്മക്കും താല്പര്യമില്ലാത്ത വീട്ടിലേക്ക് പോയി. ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ഇതാണോ നിങ്ങളെ മോയെ? ഇത് എന്നെ പാവം തളന്ന് കിടന്ന് ഉറങ്ങും. ഇതേടി ഉറങ്ങുന്നു ചക്കെ? മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരി, ബാപ്പേനെ കൂട്ടിയിട്ട് അങ്ങ് വരി. നിങ്ങൾ വരണ്ട, ബാപ്പ വന്നോട്ടെ. ബാപ്പ വന്നിട്ട് ബാപ്പ പറഞ്ഞു എടുത്തും ചക്കെ ഇങ്ങനെ കുറെ. ഞാൻ പറഞ്ഞു നിങ്ങൾ ചൂടാല്ല, നിങ്ങൾ യാതിരിക്കി. എൻ്റെ മോൻ ഇങ്ങനെ എന്ത് ഞാൻ പറയും നിങ്ങളെ മോയെ ഞാൻ പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നിങ്ങളെ മോൻ വടകര എങ്ങനെ എത്തിയിട്ടുണ്ട്. നിങ്ങളൊരു ഓട്ടോറിക്ഷ എടുത്ത് പോയാൽ ചെക്കനെയും കൂട്ടിയിട്ട് ഇങ്ങ് പോരാ. അവന് വഴിതെറ്റിപ്പോയതാണ്. ഞാൻ അന്നേരെ പറഞ്ഞില്ലേ വീട് വിട്ടാ വീട്, വീട് വിട്ടാ സ്കൂള്, സ്കൂള് വിട്ടാ വീട്, അങ്ങനെ എൻ്റെ മോൻ പോവുള്ളൂ. പക്ഷേ പിറ്റേന്ന് രാവിലെ ഈ മനുഷ്യൻ ആ കുട്ടീനെ കാണാൻ പോയപ്പോൾ കണ്ട കാഴ്ച എന്നാണെന്നറിയോ? ഒരു തരി ബോധമില്ലാതെ അന്താം വിട്ട് ഒരു തുണിയും ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കുന്ന ചെക്കൻ. ആ 5 വിളക്ക് ജംഗ്ഷൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ മുയ്തിരിയുന്ന പോലെ തിരിയുന്ന കണ്ടപ്പോൾ എക്സൈസ് സാർ കൂട്ടിക്കൊണ്ടുപോയതാണ്. പിറ്റേ ദിവസം അയാൾ കുട്ടീനോ അവിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ അന്നത്തെ ഇറങ്ങാൻ നിൽക്കുക ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. പോലീസേ എന്തുകൊണ്ടാ നിങ്ങൾ എൻ്റെ മോൻ ഇങ്ങനെയാന്ന് പറയാതിരുന്നത്? എൻ്റെ മോനെ പോയി കൂട്ടിക്കൊണ്ടുപോകാന്ന് മാത്രം പറഞ്ഞ എന്താ നിങ്ങൾ? ഞാൻ പറഞ്ഞു ഒരച്ഛൻ്റെ വേദന നമുക്ക് ശരിക്കറിയാം. നിങ്ങളെ ഭാര്യയോടും നിങ്ങളോടും ചെക്കൻ കുടിച്ച് പൂസായി അല്ലെങ്കിൽ കള്ളു കുടിച്ച് MDMA മേടിച്ച് നശിച്ചു എന്ന് പറയാൻ മാത്രം വിവരം കെട്ടവരല്ല പോലീസുകാർ. നിങ്ങളെ മകൻ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവരാ പോലീസുകാർ. നിങ്ങളിവിടെ വരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഞാൻ അവനോട് നിൽക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ അവനെ എരഞ്ഞിപ്പാലത്തുള്ള റീഹാബിലിറ്റേഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ട് നന്നാക്കി കൊണ്ടുവന്ന്. അറിയുന്നത് ഈ ചെക്കൻ എന്തിനാ പോയെന്നറിയാമല്ലോ? ഈ ചെക്കൻ ഏറ്റവും ഭീകരനായുള്ള കഞ്ചാവ് കടത്തുകാരനായിരുന്നു. സ്കൂള്, വീട്, ഇവൻ റൂമിൽ തന്നെ എപ്പോൾ ഉണ്ടാവുക. അവൻ്റെ ഉമ്മയും നോക്കിയില്ല റൂമിൽ നിന്ന് എന്തെന്നാ കളിക്കുന്നതെന്ന്. ഈ കുട്ടികൾ പറഞ്ഞല്ലോ പഠിക്കാൻ ഇഷ്ടമില്ല എന്ന്. അങ്ങനെ പഠിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടി വാതിലടച്ച് പഠിക്കാനിരിക്കുവോ? അവനെ നിയന്ത്രിക്കാൻ, നിരീക്ഷിക്കാൻ ആ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ശക്തിയില്ലാതെ പോയത് കൊണ്ട് ഓനെ കിട്ടി. ഭാഗ്യത്തിനോനെ കിട്ടി, ഏതോ നിസ്സീബ് കൊണ്ടാ കിട്ടിയത്. അന്നും ഓനെ പിടുത്തം കിട്ടിയിട്ടില്ല എങ്കിൽ ഈ പയ്യോളി കണ്ട ഏറ്റവും ഭീകരനായ
മയക്കുമരുന്ന് കടത്തുകാരനാകുമായിരുന്നു അവൻ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 2 കള്ളന്മാരുടെ കഥ എന്ന് പറയുന്ന പുസ്തകങ്ങൾ വായിക്കണം. നമ്മളെ മുഹമ്മദ് നബി ഇല്ലേ, അദ്ദേഹത്തിന്റെ ജന്മദിനമല്ലേ നമ്മൾ ആഘോഷിക്കുന്നത്. അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് ഓരോ വചനങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്നത്. മുഹമ്മദ് നബിയുടെ ഏറ്റവും എന്നെ സ്വാധീനിച്ച ഒരു വാചകമുണ്ട്. കള്ളം ചെയ്തത് എൻ്റെ മകൾ ഫാത്തിമയാണെങ്കിലും കൈ വെട്ടുക തന്നെ വേണം പറഞ്ഞില്ലേ അദ്ദേഹം. എൻ്റെ മകളാണെങ്കിലും കൈ വെട്ടുക തന്നെ ചെയ്യണം, എന്നാൽ മാത്രമേ കുട്ടിക്ക് മനസ്സിലാവുള്ളൂ കള്ളമാണെന്ന്. നിങ്ങൾ ആരെങ്കിലും മകൻ ചെയ്ത തെറ്റ് വിളിച്ചു പറഞ്ഞോ, മകനോട് പറഞ്ഞോ? നിങ്ങൾ അത് ഏറ്റു പറയാൻ കഴിയാത്ത അനുയായികളായി നിങ്ങൾ മാറരുത്. അത് മാത്രം നിങ്ങൾ അനുസരിക്കണം. അതുകൊണ്ട് സൂക്ഷിക്കണം. നിങ്ങളെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ 2 കള്ളന്മാരുടെ കഥ വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ 2 കള്ളന്മാരുടെ കഥ? 2 കള്ളന്മാർ 1ാം ക്ലാസ് പഠിക്കുന്ന 2 കുട്ടികൾ എപ്പോഴും വയല് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ സ്കൂളിൽ പോവായിരുന്നു, നടന്നുകൊണ്ടാ പോവാ. അങ്ങനെ ഒരു ദിവസം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോ ആ വയൽ നിറച്ചും സ്വർണ്ണ കളറുള്ള വെള്ളരികൾ വിളഞ്ഞു നിൽക്കുന്നു. അങ്ങനെ ഒരു അന്തം വിട്ട ചെക്കൻ പറയും, ഇതെന്തിനാ ഇങ്ങനെ വെള്ളരി ഇവിടെ, നമുക്കെല്ലാം പറിച്ചങ്ങ് എടുത്തൂടെ? അങ്ങനെ അവർ കൊള്ളാവുന്ന അവരുടെ കയ്യിലുള്ള ബാഗില് എല്ലാവരും വെള്ളരി പറിച്ചു വെച്ചു. അങ്ങനെ 6 വെള്ളരി ഈറ്റയുടെ ബാഗ് കൊണ്ട് ഇതും കൊണ്ട് 2 വീട്ടിലേക്ക് പോയി. 1ാമത്തെ ചെക്കൻ വീട്ടിലേക്ക് വരുമ്പോ അവന്റെ അമ്മ കോനാലിരുന്നിട്ട് ഇവൻ ചെക്കൻ വേഗം വെള്ളരി എടുത്ത് അമ്മക്ക് കൊടുത്തപ്പോ അമ്മ ചോദിച്ചു, മോനെ ഇത് എവിടുന്നാ കിട്ടിയത്? മോൻ പറഞ്ഞ, അമ്മ വയലിൽ ഇനിയും കുറേ ഉണ്ട്, എനിക്ക് ഇത്രയാ ബാഗ് കൊണ്ടിട്ടുള്ളൂ, ഇനിയും കൊണ്ടുവരണം അമ്മ. അമ്മ പറഞ്ഞു, മോനെ ഇതേതോ ഒരാള് വളമിട്ട് പറമ്പിൽ കൊത്തി കിളച്ച് വളമിട്ട് വെള്ളവും കൊടുത്ത് പോറ്റിക്കൊണ്ടുവന്ന വെള്ളരിയായത്. നീ അത് എടുക്കുക എന്ന് പറയുന്നത് മോഷ്ടിക്കലാണ്, മോഷണം തെറ്റാണ്, നീ കള്ളനാകും. എൻ്റെ മോൻ ഈ വെള്ളരി തിരിച്ച് വീട്ടിൽ കൊണ്ടു കൊടുക്കണം. അവൻ ഇല്ലമ്മ, ഞാൻ എങ്ങനെയാ എടുക്കും, ഞാൻ എടുത്തു പോയില്ലേ, ഇനി അടുത്ത പ്രാവശ്യം തൊട്ട് ഞാനിത് എടുക്കൂല, ഇപ്രാവശ്യം ഞാൻ കൊണ്ടുപോയില്ല. അമ്മ പറഞ്ഞു, മോനിത് കൊണ്ടുപോയിട്ടില്ല എങ്കിൽ ഈ അമ്മ കൊണ്ടുപോകും, ഞാൻ മോഷ്ടിച്ചതാണെന്ന് പറയും. മോനിവിടെ വളർത്തുന്ന ചെടികൾ ഏതെങ്കിലും ഒരുത്തൻ തണ്ട് പൊട്ടിച്ച് കൊണ്ടുപോയാൽ മോന് വിഷമാവൂല്ലേ എന്ന് വെച്ചപ്പോൾ അവരെ കാലുകാൻ തച്ചൊടിക്കും. അപ്പോൾ വെള്ളരി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കർഷകന്റെ സ്ഥിതി എന്താണെന്ന് വെച്ചപ്പോൾ ആ കുട്ടി പൊട്ടി പൊട്ടി കരഞ്ഞു പോലും. അങ്ങനെ ആ അമ്മയുടെ കയ്യിൽ നിന്ന് 6 വെള്ളരിയും കൊണ്ട് ഈ കർഷകന്റെ അടുത്ത് ഈ ചെക്കൻ പോയിട്ട് പറഞ്ഞു, മാപ്പാക്കണം, പറ്റിപ്പോയി, അറിയാതെ ചെയ്തു പോയി. ആ കർഷകനില്ലേ ഈ മകനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോൻ തന്നെ എടുത്തോ വെള്ളരി. പക്ഷെ അവൻ ആ വെള്ളരി അവിടെ വെച്ചിട്ട് അയാളോട് വീണ്ടും മാപ്പ് പറഞ്ഞ് കണ്ണീരോടുകൂടി ഇറങ്ങി വന്നു. 2ാമത്തെ കുട്ടിയില്ലേ, ഈ 6 വെള്ളരി വീട്ടിൽ അമ്മ കൊണ്ടുകൊടുത്തപ്പോ അമ്മ പറഞ്ഞു, ഭഗവാന്, 1 പെങ്ങക്ക് കൊണ്ടുകൊടുക്കണം, 1 അമ്മായിക്ക് കൊടുക്കണം, എളാച്ചൻ പണ്ടേ ചോദിക്കുന്നുണ്ട്, 2 ആടിയും കൊടുക്കണം, 1 കണ്ണീമിൽ ഇവിടെ തൂക്കണം. ചെക്കന് നാരങ്ങ വെള്ളത്തിൽ പഞ്ചാര കലക്കി കൊടുത്ത് ആ അമ്മ. ചെക്കൻ കൊശൂൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കാലങ്ങൾ കഴിഞ്ഞുപോയി. കോഴിക്കോട് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് കേരളം കണ്ട ഏറ്റവും ഭീകരമായ മോഷണ കേസിലെ പ്രതിനെ പോലീസ് പിടിച്ച് കോടതിയിൽ ഹാജരാക്കി. ആ ദിവസം കോടതി ശിക്ഷ വിധിച്ചു. ആ കള്ളനോട് ജീവപര്യന്തം ജയിലിലേക്ക് പോകാൻ കോടതി കൽപ്പിച്ചു. അങ്ങനെ ജീവപര്യന്തം ജയിലിലേക്ക് പോകാൻ കൽപ്പിച്ച കോടതി ഈ കള്ളനോട് ചോദിച്ചു, മകനെ, എനിക്ക് അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ജയിലിൽ പോകുന്നതിനേക്കാളും മുമ്പ്? ഇവൻ പറഞ്ഞു, എനക്കെൻ്റെ അമ്മേനൊന്ന് കാണണം. അമ്മ പറഞ്ഞത്, അംഗപ്പെട്ട ജഡ്ജി പറഞ്ഞത്, ഇങ്ങനത്തെ ഒരു കള്ളനെ ആദ്യമായിട്ട് കാണുവാണ്, ജയിലിൽ പോകുമ്പോൾ അമ്മയോട് പറഞ്ഞു പോകുന്ന കള്ളൻ. അമ്മ വലിയ അഹങ്കാരത്തോടു കൂടി ഈ ജയിലിൽ ഇയാൾ നിന്ന കൂട്ടിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോ ഈ മകൻ അമ്മേനെ ചേർത്തിങ്ങ് പിടിച്ചു. എല്ലാവരും പറഞ്ഞത് അംഗപ്പെട്ട കള്ളൻ തന്നെ. പക്ഷേ ഈ ചെക്കനില്ലേ, അമ്മേൻ്റെ ചെവി കടിച്ചു മുറിച്ചങ്ങ് തുപ്പിക്കളഞ്ഞു. എന്നിട്ട് അമ്മേൻ്റെ തല പിടിച്ച് ഇങ്ങോട്ട് തിരിച്ചിട്ട് മറ്റേ ചെവിയിൽ പറഞ്ഞു, അമ്മ, അന്ന് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ കൊണ്ടുവന്ന 6 വെള്ളരി ഉണ്ടല്ലോ, ആ വെള്ളരി ഞാൻ ആ വയലിൽ നിന്ന് പറിച്ചെടുത്തത് കള്ളമാണെന്ന് എന്നെ പഠിപ്പിച്ചു തന്നിരുന്നുവെങ്കിൽ, ഞാൻ ചെയ്തത് മോഷണമാണെന്ന് അമ്മ എന്നെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഈ മകൻ ഇന്ന് ഈ ഗതികേട് വരില്ലായിരുന്നു. അമ്മ ഇപ്പം പോ, ബാക്കി ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റേ ചെവിക്കും പണി തരും പറഞ്ഞു. അതൊക്കെ എന്താ മനസ്സിലായത്? മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ ഏത് പ്രായത്തിലാണെങ്കിലും തെറ്റാണെന്ന് പറയാനുള്ള ആർച്ചം. അല്ലാണ്ട് കുടുംബത്തിന്റെ പാരമ്പര്യം, മകളെ കല്യാണം നിങ്ങൾ എല്ലാവരോടും നാട്ടുകാരോടൊന്നും വാഴ്ത്തിപ്പാടണ്ട, അവനോട് പറഞ്ഞു കൊടുക്കണം, അവനെ തിരുത്തണം നിങ്ങൾ. അങ്ങനെ തിരുത്തുന്ന ഒരു അമ്മയ്ക്കും ഒരു ഉമ്മയ്ക്കും കരയേണ്ടി വന്ന ഗതികേടില്ല ഇവിടെ.
അതുകൊണ്ട് നിങ്ങളെ മക്കൾ എന്തെങ്കിലും തെറ്റ്, അതിനാദ്യം തെറ്റ് എന്താ നിങ്ങൾക്ക് ഇരിയണ്ടേ? 18 വയസ്സിന് താഴെയുള്ള കുട്ടി ബൈക്ക് ഓടിക്കരുതെന്ന് നിയമം ഇവിടെ ഉണ്ട്. അങ്ങനെ 18 വയസ്സിന് താഴെയുള്ള കുട്ടി ബൈക്കുമ്മ കയറിയിട്ടുണ്ടെങ്കിൽ അത് കുറ്റമാണ്, അവൻ ചെയ്തത് തെറ്റാണ്, അവൻ കള്ളനാണ്. പക്ഷെ 18 വയസ്സിന് താഴെയുള്ള ചങ്ങായിനെ കള്ളൻ എന്ന് വിളിക്കാൻ കഴിയില്ല. അവൻ കുട്ടിയാണ്, അവൻ എന്തും ചെയ്യും. അത് തിരുത്തേണ്ടതാരാ? 18 വയസ്സിന് മേലെയുള്ള ഉപ്പയും ഉമ്മയും തിരുത്തണം. നിങ്ങൾ ആരെങ്കിലും തിരുത്തിയ? അതുകൊണ്ടാണ് കേരള ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നത്. 18 വയസ്സിന് താഴെയുള്ള ആരെങ്കിലും ബൈക്ക് ഓടിച്ചിട്ടുണ്ട് ഉമ്മയും ഉപ്പയും ജയിലിൽ പോകണം, 25,000 രൂപ അടക്കണം. അങ്ങനെ ആരെങ്കിലും 18 വയസ്സുകാരന് താഴെയുള്ള കുട്ടീനെ ബൈക്ക് കൊടുക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? പിന്നെ നിങ്ങൾ എന്ത് ഉമ്മയാണ്, എന്ത് ബാപ്പയാണ്? കള്ളന്മാരായിട്ടാണോ നിങ്ങളെ മക്കളെ പോറ്റേണ്ടത്? ഞാൻ ഇതും ലഹരിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പയ്യോളിയുടെ മണ്ണിൽ ലഹരി മാഫിയ വേട്ടയാടുന്ന അല്ലെങ്കിൽ ലഹരി മാഫിയക്ക് കീഴടങ്ങിയ മക്കളെ കുറിച്ച് പഠിച്ചു നോക്കിയാൽ എല്ലാ കുട്ടികൾക്കും ബൈക്കുള്ള, എല്ലാ കുട്ടികൾക്കും സ്വന്തമായി മൊബൈൽ ഫോണുള്ള 18 വയസ്സിന് താഴെയുള്ള കുട്ടിയെയാണ് ലഹരി മാഫിയ വേട്ടയാടി പിടിച്ചത്. പറഞ്ഞു മനസ്സിലായില്ലേ? അതുകൊണ്ട് സൂക്ഷിക്കണം. അതാ പറഞ്ഞു വന്നത്. അതുകൊണ്ട് കുട്ടികളല്ല കുറ്റക്കാർ. 18 വയസ്സ് എനക്കും തോന്നി ഇനി 18 വയസ്സിന് താഴെ ബൈക്ക് ഓടിക്കാൻ. എൻ്റെ അച്ഛനോട് 10ാം ക്ലാസ് ജയിച്ചവിടെ ഞാൻ പറയില്ലേ, അച്ഛ ബൈക്ക് വേണോ? പിന്നെ ഇങ്ങോട്ട് വരി. ഞാൻ വെച്ച് എത്ര നല്ല തങ്കപ്പെട്ടോറത്. എന്നോട് പറഞ്ഞു എനിക്ക് ബൈക്ക് ഓടിക്കുന്നതിനൊന്നും ഞാൻ എതിരല്ല, പക്ഷെ ഒരു തകരാറുണ്ട്. 18 വയസ്സിന് താഴെ എൻ്റെ മോൻ ബൈക്ക് ഓടിച്ചാൽ ഇനി കള്ളനാവും, അച്ഛൻ കള്ളനാവും. എൻ്റെ മോൻ കള്ളനായി വളരുന്നത് ഈ അച്ഛന് ഇഷ്ടമല്ല എന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പായേ. ഞാൻ വെച്ച് ഇച്ചങ്ങായിനെയാണ് ഞാൻ ഇങ്ങനെ കുറ്റം പറഞ്ഞത്. ഞാൻ കള്ളനാവുന്നത് ഇഷ്ടമില്ലാത്ത ഒരച്ഛനെ എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? രണ്ടാമത് എൻ്റെ അച്ഛൻ പറഞ്ഞു, എനിക്കൊരു പ്രശ്നമാകട്ടെ, എനിക്ക് 1.5 ലക്ഷം റുപ്യ ഇപ്പം ഞാൻ ബാങ്കിൽ ഇട്ട് തരും, 18 വയസ്സ് കഴിഞ്ഞിട്ട് ലൈസൻസ് ആയിട്ട് ഇനി വരണം, എന്നിട്ട് ഞാൻ ബൈക്ക്. ഞാൻ വെച്ച് താങ്കപ്പെട്ട ചങ്ങായി എന്നെ. അങ്ങനെ 18 വയസ്സ് വരെ ഞാൻ കാത്തു നിന്നു. 18 വയസ്സായി ലൈസൻസ് കിട്ടി. അന്ന് എൻ്റെ അച്ഛനോട് പോയി പറഞ്ഞു, അച്ഛാ 18ആയി ലൈസൻസും കിട്ടി, ബൈക്ക്. എൻ്റെ അച്ഛൻ പറഞ്ഞു, 18 വയസ്സ് എനിക്ക് ബൈക്കാ, ഇനി പണിയെടുത്തിട്ട് വേണം ബൈക്ക് വാങ്ങാൻ. ഞാൻ പറഞ്ഞു, നിങ്ങളെന്തോ ഒരു പരിപാടി ചെയ്ത്, നിങ്ങളല്ലേ പറഞ്ഞു 18 വയസ്സിൽ ബൈക്ക് വാങ്ങിത്തരുന്നു. ഞാനും അച്ഛനും അടിയായി. അങ്ങനെ ഞാൻ അന്ന് രാത്രി ഉണക്ക് ഉറക്കം വന്നില്ല. ഞാൻ രാത്രി പൊലച്ച എണ്ണീറ്റിട്ട് വന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ സ്വത്ത് ഓതി വെക്കണം, എൻ്റെ ബൈക്ക് ഇപ്പം എനിക്ക് കിട്ടണം. അച്ഛൻ മട്ടലെടുത്ത് 4 അടി. അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ വൈരാഗ്യം, വാശി, ആ വാശിയിലാണ് ഞാൻ സ്വന്തമായി അധ്വാനിച്ചിട്ട് ബുള്ളറ്റുമായി വന്നത്. ആ കഥ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് സംസാരിക്കാം. അന്ന് 15ാമത്തെ വയസ്സിൽ എൻ്റെ കരച്ചിലിനനുസരിച്ച് എൻ്റെ അച്ഛൻ ബൈക്ക് വാങ്ങിച്ചു തന്നിരുന്നുവെങ്കിൽ ഈ മൈക്കൊക്കെ പുറകിൽ സംസാരിക്കാൻ നിങ്ങൾ നല്ല ആളെ നോക്കേണ്ടി വരുമായിരുന്നു. എന്നെ പോലത്തെ പൊട്ടം വരുമായിരുന്നില്ല. ഞാൻ എവിടെയെങ്കിലും ആണിയിൽ കഞ്ചാവ് അടിച്ചിട്ട് ഏതും ആണി കിടക്കുന്നുണ്ടാവുമായിരുന്നു. നിങ്ങളെ നിർഭാഗ്യത്തിനാണ് എൻ്റെ അച്ഛൻ എനിക്ക് ബൈക്ക് വാങ്ങി തരാതിരുന്നത്. നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഓർമ്മിച്ചോ, നിങ്ങളെ കുട്ടീനെ നാശത്തിലേക്ക് നയിക്കാൻ നിങ്ങൾ റെഡി ആയിട്ടുണ്ടെന്ന്. അപ്പൊ സംഗതിയെല്ലാം മനസ്സിലായല്ലോ. അപ്പൊ ആരാണ് മക്കളെ ചീത്തയാക്കുന്നത്? അതുകൊണ്ട് ഇന്നു മുതൽ നട്ടലുള്ള രക്ഷാകർത്താക്കളായി നിങ്ങൾ മാറണം. മക്കൾ ലഹരിക്ക് അടിമപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ് വരും. വല്ലാണ്ട് ലേറ്റായി, സമയം വല്ലാണ്ട് വൈകി. ഒറ്റ ഉദാഹരണത്തിലൂടെ ഇത് തെളിയിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ സിഗരറ്റ് കണ്ടിട്ടുണ്ടോ? നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണല്ലോ സിഗരറ്റ്. സിഗരറ്റ് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും സിഗരറ്റ് വലിക്കുവോ? വേഗം പറ. നിങ്ങൾ എന്നെ ഉത്തരം പറയണം. നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വെരി ഗുഡ്. എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും സിഗരറ്റ് വലിക്കുന്നതും കള്ളു കുടിക്കുന്നതും കഞ്ചാവ് വലിക്കുന്നതും പാൻഡ്രാഗ് ഉപയോഗിക്കുന്നതും MDMA ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങളെ ഹൃദയം കരിങ്കൽ കൊണ്ടുണ്ടാക്കിയാന്ന് ഞാൻ പറയും. കാരണം തിരിച്ചറിവില്ലാത്ത മനുഷ്യന്മാരാണ്. സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ വരുമെന്ന് നിങ്ങൾക്കറിയാമോ? സിഗരറ്റ് വലിച്ചാൽ ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് അറിയാമോ? സിഗരറ്റ് വലിച്ചാൽ സ്ട്രോക്ക് വന്ന ആളെ മനസ്സിലാവാതെ വടി പോലെ കട്ടുമ്പോ കിടക്കേണ്ടി വരുമെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ബോധമുള്ള ഏതെങ്കിലും ഉമ്മയ്ക്ക് സ്വന്തം ഭർത്താവ് സിഗരറ്റും കള്ളും കഞ്ചാവും വലിക്കുന്നത് ഇഷ്ടപ്പെടുവോ? നിങ്ങൾ ഭർത്താവ് ഓനാകുന്നതിന് സിഗരറ്റ് വലിക്കുമ്പോൾ പണ്ടാരക്കാലം സ്ട്രോക്ക് വന്ന് വടി പോലെ കിടക്കുന്നതും അപ്പിയും മൂത്രമെല്ലാം കട്ടുമലാകുമ്പം വാരിക്കൊണ്ടു പോകേണ്ടതും ഓർമ്മിക്കുന്ന ഏതെങ്കിലും ഉമ്മയ്ക്ക് ഭർത്താവിനെ സിഗരറ്റ് വലിപ്പിക്കാൻ സമ്മതിക്കാൻ പറ്റുമോ? ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്ന ഭർത്താവിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളെ മക്കൾ സിഗരറ്റ് വലിക്കുമ്പോൾ നശിച്ചു പോകുമെന്നുള്ള ബോധമുള്ള ഉപ്പയ്ക്ക് മക്കളെ സിഗരറ്റ് വലിക്കാൻ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ ഇതൊന്നും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്താ നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ സിഗരറ്റും കള്ളും പെരുകുന്നത്? അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളെ വീട്, അതാണ് വീട്ടിൽ നിന്ന് തുടങ്ങണം. നിങ്ങൾ വേറെ എവിടെയും നോക്കണ്ട. വീട്ടിൽ ആരെങ്കിലും സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ഇന്ന് തൊട്ട് നിർത്തണം. ബാപ്പ സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അപ്പോൾ നിങ്ങൾ ബാപ്പയോട് പറഞ്ഞു നോക്ക്, ബാപ്പാ ഈ സിഗരറ്റിൽ 78 രാസവസ്തുക്കളുണ്ട്, അറിയോ നിങ്ങൾ? അതിൽ 72 രാസവസ്തുക്കളും ക്യാൻസർ വരാൻ കാരണമാകുന്നുണ്ട്, നിക്കോട്ടിൻ ഉൾപ്പെടെ. അങ്ങനെ ശാസ്ത്രീയമായി പ്രൂവ് ചെയ്ത സാധനമായത്.
നിങ്ങളെ ഭർത്താവ് സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് പറയണം, ഭർത്താവ് അരുത്, വലിക്കരുത്. 78 രാസവസ്തുക്കൾ, 72 രാസവസ്തുക്കൾ ക്യാൻസർ വരുമ്പോൾ നിങ്ങൾ പറയണം. നിങ്ങളെ ഭർത്താവ് പറയുന്ന വർത്താൻ ഞാനങ്ങ് പറഞ്ഞിട്ടെ, ഇനി എന്ത് വർത്താൻ അറിയുന്നു? രാജൻ എത്ര വല്ലായി വലിക്കുന്നു, ഓൻ ചത്ത. അന്ത്രൂക്ക വലിച്ച് തുപ്പി എന്നിട്ട് ചത്ത. അന്ത്രൂക്കൊക്കെ രാജനും വരാത്ത എന്തുകൊണ്ടാണെന്ന് അറിയോ? ഓല ആരോഗ്യം, അങ്ങനത്തെ ആരോഗ്യം. ഓല് തിന്നത് മുത്തറിയ, ഓല് തിന്നത് മുതിരയ, ഓല് തിന്നത് കഞ്ഞിയും കപ്പയ. നിങ്ങളെ പോലത്തെ ചവർമ്മയും കുവർമ്മയും ഒന്നും തിന്നിട്ടല്ല ഓല് വളർന്നത്. നിങ്ങളെ ശരീരത്തിൽ, ആരോഗ്യമില്ലാത്ത ശരീരത്തിൽ സിഗരറ്റും പുകയിലെല്ലാം ഉപയോഗിച്ച ക്യാൻസർ 14 കൊല്ലത്തിന് ഇപ്പുറം വരും. ഞാൻ എഴുതി ഒപ്പിട്ടുതരാം. അപ്പൊ നിങ്ങൾ ഇന്നോട്ട് ഓർമ്മിച്ചോ, സിഗരറ്റ് വലിക്കുമ്പോൾ 14 കൊല്ലം കഴിഞ്ഞിട്ട് ബഡി പോലെ കിടക്കുന്ന ഭർത്താവ്, വാ സൂപ്പറായിരിക്കും. കാണണം നിങ്ങൾക്കത്. അതുകൊണ്ട് ഇന്ന് മുതൽ ഈ വീട്ടിൽ വേണ്ടത്, അതിന് നിങ്ങൾക്ക് എത്ര നല്ല മനോഹരമായിട്ട് ഭർത്താവിന്റെ കൂടി നിർത്താം, സിഗരറ്റ് വലിയ ഭർത്താവിനെ കെട്ടിയും കുടിക്കുക. എന്താ പറയാ, ഭർത്താവേ എനക്ക് നിങ്ങൾ വേണം, നിങ്ങളില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ഏതെങ്കിലും ഭാര്യയുടെ ഭർത്താവ് സിഗരറ്റ് വലിക്കുന്ന ചരിത്രമുണ്ടോ? ഇല്ല. നിങ്ങൾ എങ്ങനെയാ സിഗരറ്റ് വലിക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഭർത്താവ് 2 പിന്നെയും വലിക്കും. ശരിയാണോ? അതുകൊണ്ട് ഇന്ന് മുതൽ നമുക്കിത് നിർത്തി കാണിച്ചു കൊടുക്കണം. എൻ്റെ അച്ഛൻ സിഗരറ്റും കള്ളും എല്ലാം നല്ല വലിക്കുന്ന ആളായിരുന്നു. പക്ഷെ 8ാം ക്ലാസ്സിൽ നിന്ന് രാഘവേന്ദ്ര മാഷ് പറഞ്ഞതുകൊണ്ട് അച്ഛൻ്റെ വയ്യന്നെ നടത്തുന്നതുകൊണ്ട് അച്ഛൻ സിഗരറ്റും കള്ളുകൂടി നിർത്തി ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛനില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത് അടന്നുപോയി. അതുകൊണ്ടാ ഈ അനുഭവത്തിലാണ് ഞാൻ പറഞ്ഞത്, പറ്റും, നമുക്കൊക്കെ പറ്റും. പക്ഷെ സിഗരറ്റ് വലിച്ചതും കള്ളു കുടിക്കുന്നതും ഒരു അസുഖമാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കിയട വെച്ചോ. കേരളത്തിൽ, ലോകത്ത് വേറെ ഒരു ട്രീറ്റ്മെന്റ്, വേറൊരു അസുഖത്തിനും ട്രീറ്റ്മെന്റ് ഇല്ല. പ്രമേഹം വന്നാൽ ട്രീറ്റ്മെന്റ് ഉണ്ടാ, ഗുളികയും ഇൻസുലിനും കുടിച്ച് നിയന്ത്രിക്കാൻ പറ്റും. BP വന്നാൽ നിയന്ത്രിക്കാൻ ഗുളിക കുടിച്ചിട്ട് മാറുമോ? ഇല്ല. ക്യാൻസർ വന്നാൽ മാറുമോ? അവയവം കരിച്ചു മാറ്റാം, മുറിച്ചു മാറ്റാം. പക്ഷെ സിഗരറ്റ് വലിക്കലും കള്ള് കുടിക്കലും കഞ്ചാവ് വലിക്കലും കൃത്യമായി ചികിത്സയുള്ള സംവിധാനം ഈ ലോകത്തുണ്ട്. എക്സൈസിന്റെ വിമുക്തി എന്ന് പറഞ്ഞ പരിപാടിയിൽ സിഗരറ്റ് വലിക്കാൻ നിർത്തുന്ന ആളുകൾ അവിടെ പോയാൽ മതി, 40 ദിവസം കൊണ്ട് പോലും നിർത്തിയും കിട്ടിയിരുന്നു. കള്ളു കുടിക്കുന്ന പോലെ അവിടെ പോയാൽ മതി, 40 ദിവസം കൊണ്ട് കള്ളുകൂടി നിർത്തും. അല്ലാണ്ട് കള്ളു കുടിക്കുന്ന ഭർത്താവിനെ അടിച്ചിട്ടൊന്നും കാര്യമില്ല. അത് സൂക്കേടാണ്. ആ സൂക്കേട് മാറ്റണമെങ്കിൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ വേണം. ആരെങ്കിലും അത് മനസ്സിലാക്കിയ പിന്നെ എങ്ങനെ നമ്മൾ നടന്നവ. അതുകൊണ്ട് ഇന്നോട്ട് സൂക്ഷിക്കണം. ഞാനൊരു പോയിന്റും കൂടി പറഞ്ഞു, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, നാടിനേക്കാൾ, മഹലിനേക്കാൾ, പള്ളിയേക്കാൾ, മതത്തേക്കാൾ കൂടുതൽ ആളുകൾ സിഗരറ്റിനെയും കള്ളിനെയും സ്നേഹിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇതൊന്നുമല്ലാത്ത ലഹരിയായി സിഗരറ്റും കള്ളും മാറുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിന് നിങ്ങളെടുത്തൊന്ന് മറുപടി കിട്ടിയാൽ ഞാൻ അങ്ങ് തെളിയിച്ചു തരാം. ഒരു മനുഷ്യൻ സിഗരറ്റ് വലിക്കുന്നത് എപ്പോഴൊക്കെയാ? ഒരു മനുഷ്യൻ സിഗരറ്റ് വലിക്കുന്ന എപ്പാ ഒന്ന് പറ, വേം പറഞ്ഞോളി. വലിക്കലില്ല. ഭഗവാനെ കുട്ടി പറഞ്ഞ കേട്ടാ, സങ്കടം വരുമ്പോൾ, ടെൻഷൻ വരുമ്പോൾ, സന്തോഷം വരുമ്പോ. ധാരാ മോളെ പറഞ്ഞു തന്നെ, ചൊട്ടയിലെ തന്നെ ആ കുട്ടിയോട് ആരോ പറഞ്ഞു കൊടുക്കണ്ടേ? അത് കള്ളു കുടിക്കുന്ന പോലും സിഗരറ്റ് വലിക്കുന്ന പോലും പറയാം, സങ്കടം വരുമ്പോൾ ഒന്നങ്ങ് വലിച്ചാളിയാ, സന്തോഷം വരുമ്പോൾ ഒന്നങ്ങ് വലിച്ചാളിയാ. ശരിയാണോ? അപ്പൊ സിഗരറ്റ് വലിക്കുന്ന എടോ വെറുതെ ഇത് നോക്കുങ്ങൾ, ചൊട്ടയിലെ ശീലം ചൊടല വരെ. ആ ചെക്കൻ ഇത് കേട്ടെന്ന് വിചാരിച്ചോ? ഓൻ പരീക്ഷയെ തോറ്റാ അവൻ പറയും, അന്ന് ബാപ്പ എന്തോ വലിക്കണം എന്ന് പറഞ്ഞിക്കല്ലോ ടെൻഷൻ വരുമ്പോ. പറഞ്ഞ മനസ്സിലായില്ലേ? ചൊട്ടയിലെ ശീലം അങ്ങനെയാ. പക്ഷെ ഈ കുട്ടി പറഞ്ഞ റെഡിയാക്കാം. ഈ കുടിയന്മാരും സിഗരറ്റ് വലിക്കുന്നവരും പറയുന്ന മറുപടി, സന്തോഷം വന്നിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ഒന്നങ്ങ് വലിക്കാന്ന് തോന്നും, സങ്കടം വന്നിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ഒന്നങ്ങ് വലിക്കാന്ന് തോന്നും, ടെൻഷൻ വന്നിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ഒന്നങ്ങ് വലിക്കാന്ന് തോന്നും. പറഞ്ഞ മനസ്സിലായല്ലോ? പിന്നെ എപ്പോഴാ വലിക്കുക? ഒന്ന് വേഗം പറ. ഓർമ്മണ്ട? യെസ്, ബാത്റൂം എന്ന് പറയേ വേണ്ട. കക്കൂസ് ബാത്റൂമിലെല്ലാം നമ്മൾ പോയാൽ മതി. സിഗരറ്റ് വൃത്തികെട്ട സാധനം. സിഗരറ്റും കള്ളും വളരെ കറക്റ്റാട്ടോ. കണ്ടില്ലേ? ഞാൻ പറയില്ലേ, നിങ്ങളെ സകലതും നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കക്കൂസ് പോയിട്ട് വെറുതെ ഇരിക്കുമ്പോഴാണ് സിഗരറ്റ് വലിക്കുന്നത്, കള്ള്. പറഞ്ഞ മനസ്സിലായല്ലോ? പിന്നെ ഒന്നും കൂടി പറ, വേഗം പറ. ഭക്ഷണം കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുമ്പോൾ. ശരിയാണോ? പെങ്ങളും മക്കളെല്ലാം കൂടി പറഞ്ഞ 4 ഉത്തരമുണ്ട്. സിഗരറ്റ് എപ്പോഴാണ് വലിക്കുന്നതെന്ന് പറയുമ്പോൾ കുട്ടികൾ പറയും കക്കൂസ് പോയിട്ട് വെറുതെ ഇരിക്കുമ്പോൾ, ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുമ്പോൾ, സങ്കടം വന്നിട്ട് വെറുതെ ഇരിക്കുമ്പോൾ, സന്തോഷം വന്നിട്ട് വെറുതെ ഇരിക്കുമ്പോൾ, പിന്നെ ടെൻഷൻ വന്നിട്ട് വെറുതെ ഇരിക്കുമ്പോൾ. കറക്റ്റ് ആണല്ലോ? എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എപ്പോഴാണ് മനുഷ്യന്മാർ സിഗരറ്റ് വലിക്കുന്നത്? വെറുതെ ഇരിക്കുമ്പോൾ. നിങ്ങൾ എന്നല്ലേ പറഞ്ഞ ഉത്തരോ? മനുഷ്യന്മാർ എപ്പോഴാ സിഗരറ്റ് വലിക്കുന്നത്? വെറുതെ ഇരിക്കും. എപ്പോഴാ ഫോണിൽ മാന്തി കളിക്കുന്നത്? അത് ശരി. സീരിയൽ എപ്പോഴാ കണ്ടു മരിക്കുന്നത്? അപ്പൊ ഇവിടെ സീരിയലാണോ വിഷയം? സിഗരറ്റാണോ വിഷയം? കള്ളാണോ വിഷയം? കഞ്ചാവാണോ വിഷയം? പ്രണയമാണോ വിഷയം?
ഒരു ചങ്ങായിനെ വീണ്ടും വീണ്ടും കാണണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പ്രണയമല്ലേ? ഭർത്താവിനെ കാണാൻ എന്തായാലും ഇട്ടില്ല, പിന്നെ വേറെ ആരെയോ കാണണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് പ്രണയം. അപ്പോൾ പ്രണയം ലഹരിയാണ്, അത് സിഗരറ്റ് ലഹരിയാണ്, ഈ മൊബൈൽ ഫോൺ ലഹരിയാണ്. അപ്പോൾ എല്ലാ ലഹരിയിലേക്കും മനുഷ്യന്മാർ എപ്പോഴാണ് പോകുന്നത്? മനുഷ്യന്മാർ വെറുതെ ഇരിക്കുമ്പോൾ. മക്കൾക്ക് പഠിക്കാൻ ഇഷ്ടമില്ല എന്നായിട്ടുള്ള പറഞ്ഞല്ലോ. നിങ്ങളെ മക്കൾ എവിടെയായി ഇപ്പോൾ ഇരിക്കുന്നത്? ബെഡ്റൂമിൽ. പാവം, കയ്യിൽ എന്തും കൂടിയുണ്ട്, ഫോണും കൂടിയുണ്ട്. പഠിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടിയുടെ കയ്യിലേക്ക് ഫോണും കൂടി കിട്ടുമ്പോൾ ആ കുട്ടി എവിടെയാണ് മാന്തി നശിച്ചിട്ടുണ്ടാവുക? അങ്ങനെ ഇരുന്നതിന്റെ ഭവിഷ്യത്ത് കണ്ടില്ലേ? കഴിഞ്ഞ ദിവസങ്ങൾ വളാഞ്ചേരിയിൽ ഒരു തുണിപ്പീടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന ഒരു മഹാനായ മനുഷ്യനുണ്ട്. മനുഷ്യന്റെ പേര് തൊപ്പി. ആരാ തൊപ്പി? കേരളത്തിൽ 8 ലക്ഷം 18 വയസ്സിന് താഴെയുള്ള മക്കൾ ആരാധിക്കുന്ന വ്യക്തിത്വം. ഗാന്ധിജീനെ പോലും ആരാധിച്ചില്ല, മുഹമ്മദ് നബീന്റെ ഫോളോവേഴ്സ് ആയില്ല അയാള്. അദ്ദേഹത്തിന്റെ വചനങ്ങളൊന്നും ഐറ്റികൾ കേട്ടില്ല. ഐറ്റികൾ കേട്ടത് ആരാ വചനങ്ങളാ? വളാഞ്ചേരി ബ്ലോക്കായി പോയി ഇന്ന്. 1-2 ലക്ഷം കുട്ടികളെ കൊണ്ട് ആറാട്ട് തന്നെ പോലും ആടാ. അപ്പോഴാണ് കേരളം കണ്ടത് മഹാനായ തൊപ്പിയെ. എല്ലാവരും തൊപ്പീനെ പരതി ഗൂഗിളിൽ നോക്കുമ്പോൾ തൊപ്പീന്റെ മഹത്വചനങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ലോകത്തെ എന്താ പറയാ, അതിനെന്താ വാക്ക് പറയാ, ഭീകര തെറി. ആ തെറീന്റെ ആരാധകരാ നിങ്ങളെ മക്കള്. ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളെ മക്കൾ ഇപ്പൊ എവിടെയുള്ളേ? ബെഡ്റൂമിൽ പഠിക്കുകയാണെന്ന് വ്യാജേന ഫോണും കൊണ്ട്. ആരാധകരാ? തൊപ്പീന്റെ ആരാധകരാ. നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എന്ത് ഉമ്മയാ, എന്ത് വാപ്പിയാ? ഇപ്പൊ ആരാ പരാജയം? അതുകൊണ്ട് നിങ്ങളെ മക്കളെ ഇന്ന് തൊട്ട് ബെഡ്റൂമിൽ ഇരിപ്പിക്കരുത്. മക്കളെ വെറുതെ ഇരിപ്പിക്കരുത്. മക്കളെ 4 മണി തൊട്ട് 6 മണി വരെ കളിക്കാൻ വിടണം. ഈറ്റളങ്ങൾ ദഫ് മുട്ടണം. ഈറ്റകള് മുട്ടി ഈറ്റകള് തളരണം. ഈറ്റകളെ കോൽക്കളി പഠിപ്പിക്കണം. അങ്ങനെ മുട്ടി കോൽക്കളി കളിക്കണം. ഒന്ന് പാളിപ്പോയാൽ കൈ അടിച്ചൊക്കെ പൊട്ടു. അതുകൊണ്ട് പിന്നെ ശ്രദ്ധിക്കും. ശരിയാണോ? പെൺകുട്ടികൾ ഒപ്പന കളിച്ച് തകരണം. അങ്ങനെ ഒപ്പനയും ദഫ് മുട്ടും എല്ലാ മുട്ടും കളികളുമായിട്ട് മക്കൾ 4 മണി മുതൽ 6:30 മണി വരെ തകർത്താടട്ടെ. വേർത്ത് കുളിക്കട്ടെ ഈറ്റുകൾ. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ പാച്ചവെള്ളത്തിൽ അങ്ങ് കുളിപ്പിക്കുങ്ങൾ. പാച്ചവെള്ളത്തിൽ കുളിപ്പിച്ചിട്ട് ഇഷ്ടം പോലെ തിന്നുകയും കൊടുക്കുങ്ങൾ. ഇംഗ്ലീഷ് ബുക്ക് അവിടെ തുറന്നട വെച്ചു കൊടുക്കുങ്ങൾ. ബാക്കി പറഞ്ഞോളി. ഉറങ്ങിക്കോട്ടെ. അങ്ങനെ ഉറങ്ങി ഒരു കുട്ടിയും കള്ളുകുടിയനായി മാറിയിട്ടില്ല. ഒരു കുട്ടിയും പെണ്ണിന്റെ പുറകെ ഹായും ഹോയും വിട്ട് നടന്നിട്ടില്ല. ശരിയാണോ? അതുകൊണ്ട് ഇന്ന് മുതൽ മക്കളെ വെറുതെ ഇരിപ്പിക്കരുത്. വീട്ടിൽ കൃഷി തുടങ്ങുങ്ങൾ. വീട്ടിൽ ഈറ്റൊക്കെ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കും. സൈക്കിൾ ഓടിച്ച് മരിക്കട്ടെ. 3-4 ആളെല്ലാം എടുത്ത് ഓടിക്കുങ്ങൾ. ചവിട്ടും. അങ്ങനെ 4-5 ആളെല്ലാം എടുക്കണേ ശക്തി വേണം. പെൺകുട്ടികൾ സ്കിപ്പ് കയറി തുള്ളു ദിവസവും. അങ്ങനെ ശരീരം നന്നാക്ക്. അങ്ങനെ തുള്ളിയിട്ടുള്ള നിങ്ങളിപ്പോ ഈ നാട്ടിൽ ഈ പെരുമാൾപുരത്ത് പാലാപ്പള്ളി തിരുപ്പള്ളി എന്നുള്ളൊരു പാട്ട് ഇവിടെ ഇട്ടോ. നിങ്ങളിപ്പോ ഉമ്മയും ഉപ്പയും ഉപ്പാപ്പ എല്ലാം തപ്പത്തോന്ന് പറഞ്ഞ് തുള്ളു. നിങ്ങൾ എന്താ തുള്ളുന്ന്? നിങ്ങളെ ശരീരത്തിൽ കൊഴുപ്പിങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അത് പുറത്തു പോയിട്ടില്ല. എന്നാൽ 4 മണി തൊട്ട് 6:30 മണി വരെ ഗ്രൗണ്ടിൽ കളിച്ച ഒരു ചെക്കൻ, ദഫ് മുട്ട് ശരിയായി പ്രാക്ടീസ് ചെയ്ത ചെക്കന് ഈ പാലാപ്പള്ളി തിരുപ്പള്ളി എന്ന് പറഞ്ഞാൽ അനങ്ങുവാൻ പറ്റുമോന്? ഓൻ താളന്നിങ്ങനെ പാലാപ്പള്ളി ഒന്നും ആണ്ട് കിടക്കണ്ട എടിയാന്ന് ആലോചിച്ച് നടക്കുമായിട്ടില്ല. അപ്പൊ നിങ്ങളും ഞാനും ഇതുവരെ ലഹരിക്ക് അടിമപ്പെടാതെ ഇവിടം വരെ എത്തിയിട്ടുണ്ട് എങ്കിൽ ആ ഗ്രൗണ്ടിന് കൊടുക്കണം മാർക്ക്. അറിയാതെ കളിച്ചും ചിരിച്ചും വളർന്ന നിങ്ങളാണ് ഈ നാട്ടിൽ മാന്യമായിരിക്കുന്നതെങ്കിൽ ആ അവസരങ്ങൾ മക്കൾക്ക് കൊടുക്കണം. എനിക്ക് മഹലിനോട് പറയാനുള്ളത്, നമ്മളെ മക്കൾക്ക് വേണ്ടി കളിക്കാനുള്ള ഇടങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഇവിടെ ഫുട്ബോൾ കോച്ചിങ്ങും ക്രിക്കറ്റ് കോച്ചിങ്ങും എല്ലാം നടക്കട്ടെ. കുട്ടികളെ അതിലേക്ക് അങ്ങ് വിട്ടുകൊടുക്കുങ്ങൾ. അല്ലാണ്ട് എൻ്റെ കുട്ടി പുറത്തിറങ്ങിയാൽ ചീത്തയായി പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ബെഡ്റൂമിൽ പോയാലാണ് ചീത്തയാവുമെന്നാണ് ഞാൻ പറയുന്നത്. സംഭവം മനസ്സിലായി നിങ്ങൾക്ക്? ഇപ്പൊ ആരാ പ്രശ്നക്കാർ? മക്കളെ കളിക്കാൻ വിടാത്ത രക്ഷാകർത്ത. എനിക്ക് ഈറ്റകളെ സ്വഭാവങ്ങൾക്ക് അറിയണമെങ്കിൽ ഈറ്റകൾ ആരോടെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളോട് ചിരിക്കുവാൻ പറ്റുകയല്ല ഈറ്റകൾ ചെയ്യും. പക്ഷെ ഈറ്റകളെ ഫ്രണ്ട്സില്ലേ, അതായിരിക്കും നിങ്ങളെ മക്കളെ സ്വഭാവം. 4 പെണ്ണിന്റെ പുറകെ പോകുന്ന ഫ്രണ്ട്സാണ് നിങ്ങളെ മക്കൾക്കെങ്കിൽ 6ാമത്തെ ദിവസം ബെനും വേറെ പെണ്ണിന്റെ പുറകെ പോകും. ഒരു സംശയം വേണ്ട. ബബിൾഗം തിന്നുന്ന 6 കുട്ടികളോട് കൂടെയാണ് നിങ്ങളെ മക്കൾ നടക്കുന്നതെങ്കിൽ 7ാമത്തെ ദിവസം നിങ്ങളെ മക്കൾ ബബിൾഗം തിന്നും. നല്ലവണ്ണം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കുട്ടികളുടെ കൂടെയാണ് നിങ്ങളെ മക്കൾ നടക്കുന്നതെങ്കിൽ 7ാമത്തെ ദിവസം ഓൻ വായിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നല്ലവണ്ണം കളിക്കുന്ന കുട്ടികളുടെ കൂടെയാണ് നിങ്ങളെ മക്കൾ നടക്കുന്നതെങ്കിൽ 8ാമത്തെ ദിവസം ഓൻ കളിക്കുന്നത് കാണാം. അപ്പൊ നിങ്ങളെ മക്കള് സ്വഭാവം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാ? അവരാരുടെ കൂടെയാണ് നടക്കുന്നതെന്ന് നോക്കണം നിങ്ങൾ.
മനസ്സിലായല്ലോ. ഒറ്റ പോയിന്റ് കൂടി പറയാം. പയ്യോളി ഹൈസ്കൂളിന്റെ പരിസരത്ത്, തിക്കോടി റെയിൽവേ ഗേറ്റിന്റെ പരിസരത്ത്, റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് ഈ കള്ളിനേക്കാൾ കഞ്ചാവിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു സാധനവും കൂടി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മറന്നുകൊണ്ടാണ്. MDMA എന്നാണ് അതിന്റെ പേര്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടില്ല? എന്നാൽ ഇന്നോട്ട് കേട്ടോളൂ. MDMA എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഞാൻ വിചാരിച്ചു MBBS MD MBA അങ്ങനത്തെ എന്തോ നല്ല സാധനമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങളേതാ വിചാരിച്ചത്? നിങ്ങൾ കേട്ടിക്കോ തന്നെയില്ലല്ലോ. MDMA എന്ന് പറഞ്ഞാൽ കൃത്രിമമായി ഉണ്ടാക്കുന്ന രാസവസ്തു. ഗ്രാമിന് 2000 മുതൽ 4000 ഉറുപ്പ്യ വരെ വിലയുള്ള രാസവസ്തു. പയ്യോളിയുടെ ഹൃദയഭാഗത്ത് നിന്ന് നമ്മളത് ഞാൻ പയ്യോളിയുള്ളപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്താ അറിയുക? കള്ള് കുടിച്ചാൽ കരള് കത്തിപ്പോവും, ക്യാൻസർ വരും എന്നല്ലല്ലോ നമ്മൾ പഠിച്ചത്. MDMA ഉപയോഗിച്ചാൽ 48 മണിക്കൂർ നമ്മളെ മക്കൾ പറക്കും. ഈ 2000 ഉറുപ്പ്യ ഇടുന്ന ഈ 12 വയസ്സുകാരന് കിട്ടുന്നത് 10ാം ക്ലാസ്സുകാരന് ഇടുന്ന ഈ 2000 ഉറുപ്പ്യ കിട്ടുന്ന ഈറ്റേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക ചെയ്ത്. കോഴിക്കോട് ജില്ലയിൽ 112 സ്കൂളുകളിൽ ഈ ലഹരി മാഫിയയുടെ സ്വാധീനമുണ്ട് എന്ന പുതിയ കണക്ക്. ഞെട്ടണ്ട. അപ്പൊ നിങ്ങളെ മക്കൾ ഈ ലോകത്തേക്ക് പോകുന്നുണ്ടോ നിങ്ങൾ പരിശോധിക്കണം. MDMA നല്ല സാധനമാണെന്ന് വെച്ചാൽ ഇത് നല്ല രസം, ഇതിന് രുചിയും മണമൊന്നുമില്ലല്ലോ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. കള്ളിന് രുചിയുണ്ട്, കള്ള് മണക്കും, കഞ്ചാവ് മണക്കും, സിഗരറ്റ് മണക്കും. ഇത് മണക്കൂല. ഇത് കൊണ്ടടക്കാൻ വളരെ എളുപ്പമാണ്. 2 പഞ്ചസാര തരി ഒട്ടിച്ച പോലെ ഉണ്ടാവുക. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് പിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് തുറന്നു വെച്ചാൽ അലിഞ്ഞു. അതുകൊണ്ട് തന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ള പാക്കറ്റിന്റെ ഉള്ളിൽ ഇത് ഉണ്ടാവും. എയർ ടൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മേടിക്കണ്ട. നിങ്ങളെ ലേസിന്റെ പാക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കാറ്റ് കിടക്കാത്ത ഐറ്റ പാക്കറ്റിന്റെ ഉള്ളിലാണ് ഇത് ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങളെ മക്കളുടെ കയ്യിലും ഭർത്താവിന്റെ കയ്യിലും ഇത് ഉണ്ടോ എന്ന് നോക്കാൻ വളരെ എളുപ്പമാണ്. ഒരു എയർ ടൈറ്റ് പാക്കറ്റിന്റെ ഉള്ളിൽ ഈ പാൻറിന്റെ ഈ സ്ട്രിപ്പിന്റെ ഉള്ളിലാണ് ഞങ്ങൾ കണ്ടെടുത്തോളം കുട്ടികൾ ഇത് ഒളിപ്പിച്ചു വെച്ചത്. ഈ കുട്ടികളെ ബാഗിൽ നിന്നെല്ലാം ഇത് കിട്ടിയ കുട്ടികളെ ബാഗിൽ നിന്നെല്ലാം ATM കാർഡ് പോലത്തെ ഒരു സാധനവും കിട്ടീന്. ഇത് ഉരച്ച് പൊടിക്കാൻ മൊബൈൽ ഫോണുമ്മൽ ഇട്ടിട്ട് ഇങ്ങനെ വലിക്കുക ചെയ്ത്. ഇത് നാവിൻ്റെ ഉള്ളിൽ കൂടിയോ കണ്ണിൻ്റെ ഉള്ളിൽ കൂടിയോ മൂക്കിൻ്റെ ഉള്ളിൽ കൂടിയോ ഭക്ഷണത്തിലോ ജ്യൂസിലോ ആക്കിയിട്ട് അങ്ങ് ചെന്നാലില്ലേ നമ്മളെ മക്കൾ 48 മണിക്കൂർ പറക്കും പോലും. പക്ഷേ 6.5 കൊല്ലം കൊണ്ട് നശിക്കും. ചത്തോയില്ല. ചത്തോയിക്കിണ്ട കുഴിച്ചിട്ടളിയും. കേരളത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് എല്ലാ ഭാഗത്തും ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഴുത്ത ഭ്രാന്തന്മാരായിട്ട് മാറും നിങ്ങളെ മക്കൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതാ, കേരളത്തിൽ ഇങ്ങനെ തന്നെ ലഹരി വസ്തു പോവുകയാണെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞാൽ യുവാക്കൾ എന്ന് പറയുന്ന സാധനം ഈ ലോകത്ത് ഉണ്ടാവില്ല. അതായത് നിങ്ങളെ മക്കൾ ഉണ്ടാവില്ല. അതൊക്കെ നിങ്ങളെ മക്കൾ വേണ്ടേ? മുഴുത്ത ഭ്രാന്തനായിട്ട് ഈ ലോകത്ത് കൂടി നടക്കുന്ന നിങ്ങൾക്ക് കാണണോ? ഈ കുട്ടികൾ ഭ്രാന്തനായി നടക്കുന്ന കാണണോ നിങ്ങൾക്ക്? കേരളത്തിൽ നക്ഷത്ര എന്ന് പറയുന്ന 6 വയസ്സുള്ള പെൺകുട്ടീനെ അച്ഛൻ സ്വന്തം മഴ കൊണ്ട് ഉണ്ടാക്കിയിട്ട് തല പിളർത്ത് കഥകൾ കേട്ടിട്ടില്ലേ? എരഞ്ചിപ്പാലത്ത് സുബേർ എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരനെ 18 വയസ്സുകാരി പെൺകുട്ടിയും മോളെ കൂട്ടുകാരനും കൂടി മാർബിൾ മുറിക്കുന്ന മിഷൻ കൊണ്ട് ആ ചങ്ങാതി അറുത്തറുത്ത് മാറ്റി പെട്ടിയിലാക്കി കേരളം മുഴുവൻ കൊണ്ടാട്ടങ്ങൾ അറിയോ? 18 വയസ്സുള്ള ചെക്കനെ പഠിപ്പിക്കാൻ വേണ്ടി ഉപ്പാപ്പയും ഉമ്മാമ്മയും സകല സമ്പാദ്യവും കൊടുത്ത് ബാംഗ്ലൂരിൽ പോയി പഠിച്ച ചെക്കൻ ഇന്റർവെൽ സമയത്ത് നാട്ടിലേക്ക് വന്നപ്പോൾ അവന് ഭക്ഷണം വാങ്ങിച്ചു. ഭക്ഷണം വെച്ചു കൊടുക്കാൻ വേണ്ടി ഉപ്പാപ്പയും ഉമ്മാമ്മയും തൃശ്ശൂരുള്ള വീട്ടിലേക്ക് വന്നപ്പോൾ ഈ ചെക്കൻ പൈസക്ക് ചോദിച്ചപ്പോൾ പൈസ കൊടുക്കാതിരുന്നതിന് ഉപ്പാപ്പയും ഉമ്മാമ്മയുടെയും വയറ് കീറിപ്പിളർന്ന് കുടൽമാല പുറത്തേക്ക് ഇട്ടിട്ട് റോഡുമിലൂടെ നടന്ന 18 വയസ്സുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓർക്കാട്രി ടൗണിൽ ഉടുതുണിയില്ലാതെ നാട്ടിലൂടെ ഓടി നടന്ന് കൊടുവാള് കൊണ്ട് വെട്ടി എല്ലാവരെയും പരിക്കേൽപ്പിച്ച ഒരു A+ കിട്ടിയ LSS കിട്ടിയ 10ാം ക്ലാസ്സിൽ A+ കിട്ടിയ +2 സകല മാർക്കും വാങ്ങിയ ഒരു ചെക്കനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുറ്റ്യാടിയിൽ 14 വയസ്സുകാരിയായ പെൺകുട്ടി ഉടുതുണിയില്ലാതെ കുറ്റ്യാടി ടൗണിലൂടെ ഭ്രാന്തിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് സൂക്ഷിച്ചോ. ഇതെല്ലാം ഈ ഭീകരവാദിയുടെ പ്രവർത്തികളാണ്. സൂക്ഷിക്കണം. ഈ ലഹരി മാഫിയ ഈ കുട്ടികൾ അങ്ങ് കൊടുത്തിട്ട് ഇതിലേക്ക് കൊണ്ടുവന്നാലില്ലേ പിന്നെ ജാതിയും മതവും ഒന്നുമില്ലട്ടോ. ഇന്ത്യ എന്ന് പറയുന്ന മണ്ണ് നശിച്ചു പോകും. ഒരു സമുദായം ഇവിടെ ബാക്കി ഉണ്ടാവില്ല. ബാക്കിയുള്ള സമുദായം MDMA സമുദായമായിരിക്കും. അതുകൊണ്ട് നമ്മളെ മക്കളെ നമുക്ക് ചേർത്ത് പിടിക്കണം. എനിക്ക് ടെൻഷനാണ്. എനിക്ക് എൻ്റെ ആ 4ാം ക്ലാസ്സിലെ മോന് അല്ല 3ാം ക്ലാസ്സിലെ മോൻ ഇത് ഉപയോഗിച്ച് നശിച്ചു പോകുമെന്നുള്ള പേടി എനിക്കുണ്ട്. ഇത് കൊടുത്താലില്ലേ അടിമയായി മാറും. ഇതിന്റെ പ്രത്യേകത എന്നാ അറിയോ?
ഇത് ഉപയോഗിച്ചു തുടങ്ങിയാൽ 48ാമത്തെ മണിക്കൂറിൽ ഇതേ അളവിൽ രാസവസ്തു കിട്ടിയിട്ടില്ല എങ്കിൽ ആ കുട്ടി എന്ത് ഭീകര പ്രവർത്തനവും കാണിച്ചു നോക്കും. എൻ്റെ 4ാം ക്ലാസ്സിലെ മോന് 6ാം ക്ലാസ്സിലെ മോക്ക് ഇതൊരു തുള്ളി ജ്യൂസിലോ മുട്ടായിമലോ ആക്കി കൊടുത്താൽ ആ കുട്ടിക്ക് 48ാമത്തെ മണിക്കൂറിൽ ഇത് കിട്ടിയിക്കില്ലേ മൂത്ത പേരാന്താവും. കിട്ടിയാലോ നിങ്ങൾക്കൊട്ട് മനസ്സിലാവൂല്ലോ ഇത് ഉപയോഗിക്കുന്നത്. അച്ഛനെയും ഉമ്മയും ഉപ്പയും സ്നേഹിക്കുന്ന കുട്ടി MDMA ഉപയോഗിച്ചാൽ ഓലെ സ്നേഹിച്ചു കൊല്ലും. അമ്മ തിരുമ്പുമ്പോ ഓൻ ഒലുമ്പും, അമ്മ ഒലുമ്പുമ്പോ ഓൻ പീയും, അമ്മ വീയുമ്പം ഓൻ കുടഞ്ഞാറിയിടും. പശുവിനെ ഉമ്മ വലിക്കുമ്പോ ബേക്കുന്നവൻ ഉന്തും, കുളിപ്പിക്കുമ്പോ ഓൻ ചേരിയിട്ട് വരച്ചേരും. ഇങ്ങനെയുള്ള കുട്ടി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇവൻ MDMA ഉപയോഗിക്കുന്ന കുട്ടിയാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലാകുമോ? അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ മണ്ണിൽ ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലാവാതെ. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ സാധനം ഉപയോഗിച്ച എത്ര പ്രാവശ്യം റേപ്പ് ചെയ്താലും മനസ്സിലാവില്ല. അടിമയായിട്ട് പുറകെ നടക്കും. ഇതിന്റെ ഏറ്റവും വലിയ ഭീകരത 1, 2, 3 പ്രാവശ്യം ഈ കുട്ടിയൊക്കെ കൊടുത്തതിന് ശേഷമില്ലേ 4ാമത്തെ പ്രാവശ്യം ഇത് കൊടുക്കൂലവൻ. കൊടുക്കാതിരുന്നാൽ ആരെ വിളിക്കും? ആ പെൺകുട്ടിയും ആൺകുട്ടിയും വേമ്പറ ഉമ്മയോട് പറയോ, അമ്മ ലേശം MDMA വേണമെന്ന് ഈറ്റുകൾ പറയോ? ഈ കൊടുത്ത ചങ്ങായിനെ തന്നെ വിളിക്കും ഈറ്റുകൾ. ആ കൊടുത്ത ചങ്ങായി പറയും, ഇനി ഈ സാധനം വേണമെങ്കിൽ ഈ ഞാൻ പറയുന്ന ബൈക്കിന്റെ പുറകെ പോയാൽ എനിക്ക് തരും, അല്ലെങ്കിൽ അവന്റെ കൂടെ റൂമിൽ പോയാൽ എനിക്ക് തരും, അല്ലെങ്കിൽ ഈ സാധനം മറ്റേ ചങ്ങായിക്ക് കൊണ്ട കൊടുത്താൽ എനിക്ക് ഈ സാധനം തരുമെന്ന് നമ്മളെ മക്കളോട് പറഞ്ഞാൽ കുട്ടി കൊണ്ട കൊടുക്കുമോ? കുട്ടി അവന്റെ കൂടെ ബെഡ്റൂമിൽ പോകുമോ? മറ്റവന്റെ കൂടെ ബൈക്കിൽ കയറി യാത്ര ചെയ്യുമോ? നമ്മൾ പറ. 4ഉം ചെയ്യിച്ചത്. ഈറ്റകളെ സംബന്ധിച്ചിടത്തോളം ഈ സാധനം വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ ഞങ്ങൾ പിടിക്കുക? നിങ്ങളെ മക്കൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എങ്ങനെയാ നോക്കുക? നിങ്ങൾ ഇതുവരെ നോക്കിയിട്ടുണ്ടാ? വളരെ സിമ്പിളാ. 4 കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇത് ഉപയോഗിക്കുന്ന കുട്ടി 48 മണിക്കൂർ ഉറങ്ങൂല, ഉറക്കം വരൂല ഈറ്റേക്ക്. ഞാൻ തലശ്ശേരിയുള്ള കുട്ടീനെയും കൊയിലാണ്ടിയുള്ള കുട്ടീനോടും ചോദിച്ചു, ഉമ്മയോട് ചോദിച്ചു, എല്ലമ്മ ഈ ചെക്കൻ ഉറങ്ങാതിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഉമ്മ പറഞ്ഞതെന്നറിയോ? 10 മണിക്ക് ഞാൻ ഉറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ഓൻ പറഞ്ഞ് കുറേ പഠിക്കുവാനുണ്ട്, ഞാൻ പഠിച്ചിട്ട് അങ്ങ് ഉറങ്ങും, നിങ്ങൾ പോയി കിടന്നോളിയെന്ന്. ഉമ്മ കട്ടൻ ചായ അടുത്തുണ്ടാക്കി കൊടുത്തിട്ട് പറഞ്ഞു, മോ ഉറങ്ങിക്കോ, വേണ്ടടുത്ത് ഉറങ്ങിക്കോന്ന്. ഏതെങ്കിലും ഉമ്മ മകൻ പഠിക്കാൻ വേണ്ടി ഉറക്കുകയുമ്പോ ഉറങ്ങിക്കോ എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമുക്ക് ഉണ്ടോ? പക്ഷെ ഈ കാലത്ത് ഇനി നിങ്ങൾ ചങ്കൂറ്റം കാണിക്കണം. നിങ്ങളെ മക്കള് 10 മണിക്ക് പഠിക്കാൻ വേണ്ടി ഉറങ്ങൂല എന്ന് പറയുന്നത് നിങ്ങൾ ഉറങ്ങണം, ഇപ്പൊ ഉറങ്ങടാ, പുലച്ച 4 മണിക്ക് എണീറ്റിട്ട് പഠിക്കടാ എന്ന് പറയണം. ഈ MDMA ഉപയോഗിക്കുന്ന കുട്ടിക്ക് 10 മണിക്ക് ഉറങ്ങാനും പറ്റൂല, 4 മണിക്ക് എണീക്കാനും പറ്റൂല. നിങ്ങളെ മക്കൾ എങ്ങനെയാ ഉറങ്ങുന്നത് നിന്നോട്ട് നോക്കണം. ഇത് ഉപയോഗിക്കുന്ന ചങ്ങായി കൃമി ഉറങ്ങുന്ന പോലെ ഉറങ്ങുക, പോലെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഈ ക്ലാസ്സും കഴിഞ്ഞിട്ട് അങ്ങ് ചെന്ന് നോക്ക്. അതിന് വയറ്റുന്ന കഴിഞ്ഞാറ്റായിട്ട് പോലെ കിടക്കുമ്പോൾ MDMA ചവിട്ടി കൊല്ലണ്ട, വയറ്റുന്ന കഴിഞ്ഞാറ്റായിട്ട് കിടക്കുന്നിരിക്കും. നിരന്തരം നിരീക്ഷിക്കണം ഇത്. 4ാമത്തെ പ്രത്യേകത, ഇത് ഉപയോഗിക്കുന്ന കുട്ടി അല്ലെങ്കിൽ വലിയൊരാരായാലും വെള്ളവും കുടിക്കൂല, ഭക്ഷണവും കഴിക്കൂല, വിശപ്പും ഉണ്ടാവില്ല ഈറ്റക്ക്. പക്ഷെ വിശപ്പങ്ങ് തുടങ്ങിയാൽ ഒടുക്കത്തെ തിന്നലായിരിക്കും ഈറ്റന്. ഉമ്മ പറയണ്ട, എന്തോ വിശപ്പാ ചക്കന്, ചിലപ്പം നല്ലോണം തിന്നു, ചിലക്ക ഒന്നും തിന്നൂല, എന്തോ ഗ്യാസാറ്റാന്നൊന്നും പറയണ്ട. ഗ്യാസല്ല, വരാന്താ. മനസ്സിലായില്ലേ? അതുകൊണ്ട് പേടിക്കണം നിങ്ങൾ. ഈ പയ്യോളിയുടെ മണ്ണിൽ ഇതുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അച്ഛൻ്റെ മഹത്വം, ഉപ്പേന്റെ പാരമ്പര്യം ഒന്നും നിങ്ങൾ പറയണ്ട. ഞാൻ തൊട്ടിൽപ്പാലത്ത് കുണ്ടുതോട് പരിപാടി, ഈ ലഹരിക്കെതിരെ പരിപാടിക്ക് പോയപ്പോൾ ഒരു വീട്ടിന്റെ മുറ്റത്തേനും ക്ലാസ്. അന്നാണ് ആ വീട്ടിലേക്ക് പോലീസ് ഇരച്ചു കയറിയത്. ആ നാട്ടിലെ ഏറ്റവും മാന്യനായ മനുഷ്യന്റെ വീട്ടിലേക്കാണ് പോലീസ് കയറിയത്. ആ മനുഷ്യന്റെ സഹായം കിട്ടാത്ത ഒരാളും തൊട്ടിൽപ്പാലത്തില്ല. ഗൾഫിൽ ഏറ്റവും വലിയ പ്രമാണി അയാളെ മോന്റെ വീട്, മോനെ നോക്കിയിട്ട് പോലീസ് വീട് വിളിച്ചപ്പോൾ നാട്ടുകാർ പറഞ്ഞു, പോലീസിന് വരാന്താ പോലെ അതും ചെയ്യല അപ്പുറവും ചെയ്യുന്നു. പക്ഷെ പോലീസ് വാതിൽ കുത്തിപ്പൊളിച്ച് ഉള്ളിലേക്ക് കയറിയിട്ട് കൂട്ടിക്കൊണ്ടുവന്ന ജന്മത്തെ കണ്ടപ്പോ നാട്ടുകാർ മുഴുവൻ മൂക്കത്ത് വിരൽ വെച്ചു. ആ മഹാനായ മനുഷ്യന്റെ മകൻ ഏതോ ഒരു പെണ്ണിനെ പ്രണയിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ആ പെൺകുട്ടി ഉടുതുണിയില്ലാതെ കട്ടുമ്മ കെട്ടിയിട്ടിട്ടുണ്ട്. ആ പെൺകുട്ടിന്റെ അടുത്ത് നമുക്ക് കിട്ടിയത് 4.5 ഗ്രാം MDMA. അറിയോ നിങ്ങൾ? അതുകൊണ്ട് മഹാനായ മനുഷ്യന്റെ കഥയൊന്നും നിങ്ങൾ ഇനി പറയണ്ട. നിങ്ങൾ എത്ര നന്നായാലും നിങ്ങളെ മക്കളെ നോക്കിയിട്ടില്ല എങ്കിൽ ആയിട്ട് ദഹിച്ചു. അതുകൊണ്ട് പറയുന്നത്, കേരളത്തിലെ ഒരു SP-യുടെ 2 മക്കളാണ് MDMA ലഹരി വസ്തു ഉപയോഗിച്ചിട്ട് ഭ്രാന്താസ്പത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഒരു പോലീസുകാരന്റെ മോളെയാണ് ഈ ലഹരി മാഫിയ നശിപ്പിച്ച് കൊന്ന് പണ്ടാരടക്കി കളഞ്ഞത്.
അപ്പൊ പോലീസിലും എക്സൈസിലുള്ള മനുഷ്യന്മാരുടെ മക്കൾ പോലും ഇങ്ങനെ നശിച്ചു പോകുന്നുണ്ട് എങ്കിൽ നിങ്ങളെ മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. വേണമെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, എനക്ക് വേണ്ടി ശ്രദ്ധിക്കണം എന്ന്. എനിക്ക് എൻ്റെ ഭാര്യ ഇനി മക്കളെയും പേടിയാണ്. എൻ്റെ ഭാര്യക്കാറ്റ് ആരെങ്കിലും ഇത് ജ്യൂസിലാറ്റം കലക്കി കൊടുത്തിക്കേണ്ട അന്തം വിട്ടുള്ളൂ 48 മണിക്കൂറിൽ ഓൻ്റെ വേണ്ടി പോവില്ലേ? പോവില്ലയോ? എൻ്റെ 6ാം ക്ലാസ്സിലെ മോള് പോവോ ഇല്ലയോ? അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്. നിങ്ങൾക്ക് വേണേൽ പേടിച്ചു. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പം ചെയ്ത ഒരൊറ്റ സംഗതിയും കൂടി പറയാം. എൻ്റെ ഭാര്യയും മക്കളെല്ലാം കഴിഞ്ഞ ഉടനെ വിളിച്ച് എല്ലാത്തിനും ഇങ്ങോട്ട് വിളിച്ച് എൻ്റെ ഭാര്യയെ ഇങ്ങനെ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, എടാ 4ാം ക്ലാസ്സുകാരാ 3ാം ക്ലാസ്സുകാരാ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ജ്യൂസാറ്റം തന്നിക്കിട്ടെങ്കിൽ കുടിക്കരുത്, മുട്ടായി തന്നിക്കിട്ടെ വാങ്ങരുത്, ഇതാറ്റം തിന്നു വയ്ക്കുന്നുണ്ട് എങ്കിൽ അന്തം വിട്ട ഇനി ഒളിച്ചോടും. എൻ്റെ അമ്മ ഉപയോഗിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മ ഒളിച്ചോടും. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ ഒളിച്ചോടും. നിങ്ങൾക്കെല്ലാം ഞാളെല്ലാം ഒളിച്ചോടുന്ന് ഇട്ടാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇല്ലച്ചാ ഓടിക്കണ്ടേ പിടിക്കണം. ഞാൻ അതിനൊരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, 18 വയസ്സ് വരെ ഇനിയും ഞാനും എൻ്റെ അമ്മയും മോളും ഒന്നിച്ച് കിടക്കുക. ഒന്ന് ചോദിച്ചാൽ എത്ര ബെഡ്റൂം ഇവിടെ ഉണ്ട്, നമുക്ക് വേറെ വേറെ കിടന്നാൽ പോരെ? ഞാൻ അമ്മ ഓടുമ്പോൾ നമുക്ക് പിടിക്കണം, മോൾ ഓടുമ്പോൾ നമുക്ക് പിടിക്കണം, ഞാൻ ഓടുമ്പോൾ നിങ്ങളെല്ലാം കൂടി പിടിക്കണം. ഓമന നല്ല ഐഡിയ അച്ഛ. അങ്ങനെ ഞാളിപ്പം 4 ആളും ഒരു റൂമിലാണ് കിടക്കുന്നത്. പക്ഷെ എൻ്റെ അടുത്തൊരു തകരാറെന്ന് പറയാം, 4 ആൾക്ക് കിടക്കേണ്ട കട്ടിലില്ല എൻ്റെ അവിടെ, 3 ആൾക്ക് കിടക്കേണ്ടേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു നന്നായിക്ക്. അതിനെ കൊണ്ട് എന്താ ഗുണം എന്നറിയാം, ഒരുത്തൻ ഇങ്ങ് നുന്തിയാ ഒന്ന് അങ്ങ് പോകും, അങ്ങ് നുന്തിയാ ഒന്ന് ഇങ്ങ് പോകും. അതുകൊണ്ട് തന്നെ ഞാൾ കിടക്കുന്ന കാണാം. എൻ്റെ കാലിൻ്റെ ഉള്ളിൽ കാലിട്ട് ചെക്കൻ്റെ കാലിൻ്റെ ഉള്ളിൽ പെണ്ണ്, എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ദൈവം ആര് നല്ല രസാട്ടോ. കാര്യങ്ങളെല്ലാം കടന്ന് ദിവസം ഉറങ്ങുമ്പം പറയണം പിടിച്ചോളണം, ഓടുമ്പം പിടിക്കണം, ഇങ്ങനെ ഇടക്കിടക്ക് പറയാം, അല്ലെങ്കിൽ ഈറ്റൊക്കെ തിരിയില്ലല്ലോ. പക്ഷെ ആദ്യം പിടിക്കപ്പെട്ടത് ഞാനാണ്. ഇക്കൊല്ലം ആദ്യം ഒരു മഴ പെയ്തിക്കില്ലേനു, അന്നാലേ സ്കൂളിൽ ലീവുള്ള സോ ഞാനൊന്ന് മഴ പെയ്യുന്ന അറിയില്ലേനു. ഞാൻ വെള്ളമെല്ലാം കുടിച്ച് കിടന്നിയ 2:30 ആകുമ്പോൾ മൂത്രമൊക്കെ മുട്ടിയിട്ട് വരുന്ന വൃത്തിയില്ല. നിങ്ങൾക്ക് മൂത്രമൊക്കെ മുട്ടി പിടിച്ചേച്ചാൽ ഇല്ല ചത്തുവെന്ന പോലെ ഉണ്ടാവും. 1/2 മണിക്കൂർ ഞാൻ പിടിച്ചേച്ച് 3:15 ആകുമ്പോൾ ഞാൻ വിചാരിച്ച് മരിക്കുവന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മൂത്രം മുട്ടിയിട്ട് മരിച്ചു നേരം പേപ്പറിൽ വന്നിക്കണ്ട, പിന്നെ ഞാൻ മരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് ഒന്നും നിൽക്കണ്ട. ഞാൻ ചെക്കൻ അറിയാണ്ട് ഓൻ്റെ കാല് മെല്ലെ എടുത്ത് വെച്ച്, കൈ മെല്ലെ എടുത്ത് വെച്ച്, ഒന്നും അറിയാണ്ട് ഞാനിങ്ങനെ കാല് കട്ടുമ്പെന്നെടുത്ത് നിലത്ത് വെച്ചപ്പോൾ ഇല്ലേ, ഞാൻ കേട്ടൊരൊച്ചയുണ്ട്. ഞെട്ടിപ്പോയി. എൻ്റെ ചെക്കൻ്റെ നിലവിളി, അമ്മേ എണീക്ക്, അച്ഛനെ പിടിച്ച്, ഞാൻ ഇതാ പോകുന്നു, ഒളിച്ചോടുമ്പം പിടിച്ച്. ഞാൻ പറഞ്ഞാ അതിനല്ല, പഠിച്ചോനാണ് അതിനല്ല, ഇത് മൂത്രമൊഴിക്കാനാ. ഓമന എങ്ങനെയല്ല അച്ഛൻ ഞാൻ പിടിച്ച്, ഇങ്ങളെ ഞാൻ വിടൂല. നോക്കുങ്ങൾ, എൻ്റെ മോൻ അത്രയേറെ ടെൻഷനുണ്ട് ഞാൻ ഓടുന്ന പേടി. പക്ഷെ അന്നാണ് എനിക്ക് ഞാൻ ചെയ്ത പ്രവൃത്തി ശരിയാണെന്ന് തോന്നിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളും ചെയ്തോളൂ, ഇല്ലെങ്കിൽ ആരെങ്കിലും ഇതിലൂടെ എല്ലാം ഒളിച്ചോട്ടതിൻ്റെ ഭാഗ ഈ റോഡുമ്മ കൂടി ഈ MDMA കൊടുത്ത ചെക്കൻ പെണ്ണിനെ വിളിച്ചാൽ വരുമോ ഇല്ലയോ പറ? ഓൾ ഏത് റെയിൽവേ കൊണ്ടടയിലും പോവും ഇല്ലയോ? അപ്പൊ ഈ രീതിയിൽ നിങ്ങളെ മക്കളെ കുറിച്ച് ചിന്തിക്കണം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മനുഷ്യന്മാരാണോ? യെസ് ഓർ നോ? വെരി ഗുഡ്. മനുഷ്യന്മാർ രാത്രി എത്ര മണിക്ക് ഭക്ഷണം കഴിക്കണം? ഒന്ന് വേഗം പറ. 7 മണിക്കും 8:30 മണിക്കുള്ള ശുഭമുഹൂർത്തത്തിൽ കഴിച്ചോളണം ഭക്ഷണം. ഒരു മനുഷ്യൻ എത്ര മണിക്കൂർ ഉറങ്ങണം? അത് ശരി, എന്നെ പോലെ പണിയില്ലാത്തവൻ 6 മണിക്കൂറും നിങ്ങളെപ്പോലെ അധ്വാനിക്കുന്നവൻ 8 മണിക്കൂർ ഉറങ്ങണം. എപ്പോഴാണ് ഉറങ്ങേണ്ടത്? രാത്രിയാണോ രാവിലെയാണോ ഉറങ്ങേണ്ടത്? അത് ശരി, എല്ലാ സംഗതി നിങ്ങൾക്ക് അറിയാലോ. എന്നാൽ ഞാൻ ഇപ്പം ഇവിടുന്ന് ഇറങ്ങിയിട്ട് 11 മണിക്ക് രാത്രി ഡ്യൂട്ടിക്ക് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകും. പറ്റുവാണെങ്കിൽ നിങ്ങളെല്ലാം എൻ്റെ കൂടെ വണ്ടി കയറണം. 4-5 ആൾക്ക് ഒരു ദിവസം കയറാം. നമുക്കിങ്ങനെ പയ്യോളിയും തിക്കോടിയും കൊയിലാണ്ടിയും എല്ലാം ഒന്ന് കറങ്ങി വരും നിങ്ങൾ. ഈ രാത്രി 2 മണിക്ക് ഈ പയ്യോളിയിൽ നിന്നും വടകരയിൽ നിന്നും കൊയിലാണ്ടിയിൽ നിന്നും തിക്കോടിയിൽ നിന്നും കുഴിമന്തിയും പൊരിച്ച ചിക്കനും എന്തെല്ലോ ഷവർമയെല്ലാം തിന്നുന്ന കുറേ മനുഷ്യക്കുട്ടികളെ ഞാൻ കാണിച്ചു തരാം. 2 മണിക്ക് ഈ ബിരിയാണിയും കൊയ്മന്തിയും തിന്നുന്നത് മനുഷ്യമാണോ അല്ലെങ്കിൽ പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളേ. പയ്യോളിയിൽ നിന്ന് കുഴിമന്തിയും ചിരിച്ച കൊയ്യെല്ലാം തിന്നുന്നത് ആരാ? നിങ്ങൾ എൻ്റെയും മക്കളല്ലേ. എത്ര മണിക്ക് ഉറങ്ങണം? 8 മണിക്കൂർ ഉറങ്ങണമെങ്കിൽ എത്ര മണിക്ക് കിടന്ന് ഉറങ്ങണം പിള്ളേർ? 10 മണിക്ക് ഉറങ്ങണം. സുബഹ് നിസ്കരിക്കണമെങ്കിൽ 9 മണിക്ക് ഉറങ്ങിക്കൊള്ളണം. അപ്പൊ ഈ 9 മണിക്ക് ഉറങ്ങാതെ 2 മണിക്ക് ഈ ചിക്കനും കോയെല്ലാം തിന്നുന്നുണ്ട് എങ്കിൽ ആ കുട്ടികളെ മനുഷ്യക്കുട്ടി എന്ന് വിളിക്കാൻ പറ്റുമോ? ആരാണ് ആ കുട്ടിയെ ആ സംസ്കാരം പഠിപ്പിച്ചു കൊടുത്തത്? രാത്രി 2 മണിക്ക് ആ ടർഫിന്റെ ഗ്രൗണ്ടിൽ നിങ്ങളെ മക്കൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട് എങ്കിൽ അത് മനുഷ്യക്കുട്ടിയാണോ അല്ലയോ? ഇനി ഒരു ദിവസം കളിക്കുന്നൊന്നല്ല കേട്ടോ ഞാൻ വിഷയമാക്കിയത്. ദിവസവും 12 മണിക്കും 2 മണിക്കും നിങ്ങളെ മക്കൾ ഉറക്കമൊഴിഞ്ഞ് രാത്രിയിൽ കളിക്കുന്നുണ്ട് എങ്കിൽ അത് മനുഷ്യക്കുട്ടിയല്ല എന്ന് ആ കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ബാധ്യത നിങ്ങൾക്ക് എനക്ക് ഉണ്ടോ ഇല്ലയോ? പിന്നെ എന്തിനാ ആ കുട്ടിയെ നിങ്ങൾ കുറ്റം പറയുന്നത്?
അതുകൊണ്ടാണ് പറഞ്ഞത് 6 മണിക്ക് ശേഷം അല്ലെങ്കിൽ വേണ്ട സന്ധ്യക്ക് ബാങ്ക് കൊടുത്തതിന് ശേഷം നിങ്ങളെ 3 വയസ്സുള്ള കുട്ടീനെ റോഡുമിലേക്ക് വിടരുത്. നിങ്ങളോട് പിടിച്ചട വെച്ചേക്കണം. അപ്പൊ നിങ്ങൾക്ക് പള്ളിയിൽ പ്രസംഗത്തിന് വേണ്ട, പള്ളിയിൽ ഉമ്മയും ഉപ്പയും മക്കളെല്ലാം കെട്ടിപ്പിടിച്ച് വന്നാൽ മതി. എല്ലാവരും ഒന്നിച്ചിരിക്കും. രാത്രി ഉത്സവത്തിന് പോകുന്നുണ്ട് ഉപ്പയും ഉമ്മയും ആകെ എല്ലാം കൂടിക്കോ. കല്യാണത്തിന് പോകുമ്പോൾ എന്തായാലും പോകണം. എല്ലാവരും അരിക്കെല്ലാം ഭയങ്കര വലിയ, എല്ലാവരും കല്യാണം വിട്ടു പോകണം. അങ്ങനെ വേറെ വേറെ ഇരിക്കാതെ ഒന്നിച്ചിരിക്കുന്ന ബാപ്പയും ഉമ്മയും മക്കളുമായി 3 വയസ്സ് മുതൽ നിങ്ങൾ ഈ മഹലിന് കീഴിൽ ജീവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു കുട്ടിയും നശിച്ചു പോകില്ല എന്ന് ഞാൻ എഴുതി ഒപ്പിട്ടുതരാം. അതുകൊണ്ട് സൂക്ഷിക്കണം. അതുകൊണ്ട് മഹലിനെ പേടിക്കണം. മഹല് കാസർഗോഡ് മഹല പറഞ്ഞത് ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനെയും മഹല് കൂട്ടൂല എന്ന്. അങ്ങനെ 3 മഹലിന് പറയേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ ആ കാസർഗോഡിന്റെ മണ്ണിൽ ഈ ലഹരിയുടെ ഭീകരത എത്രത്തോളം ഉണ്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി. എൻ്റെ പ്രാർത്ഥന ഈ മഹലിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരരുതേ എന്നാണ്. നിങ്ങളെ മക്കൾ അങ്ങനെ നശിച്ചു പോകരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങളെ മക്കൾ നന്നാവും. അതുകൊണ്ട് മക്കളെ പൈസയൊന്നും മക്കളെടുത്ത് കൊടുക്കണ്ടെന്ന് പറയുന്നത്, കൊടുത്തിട്ടുണ്ട് കൃത്യമായ കണക്ക് ചോദിക്കണം. സ്കൂൾ ഇനി മക്കൾക്കെല്ലാം ഉമ്മയെല്ലാം കൊടുത്തോളണം. അല്ലടാ എനിക്ക് എൻ്റെ ഉമ്മ തന്നിനാ? തന്നിക്ക എപ്പോ? പിന്നെ ചെക്കൻ ഒളിച്ചോടൂല്ലേ? ഉമ്മ പിള്ളമാർക്ക് നിങ്ങൾ കൊടുക്കണ്ടേ? അതിലേക്ക് ആഗ്രഹമുണ്ട്. എടാ ഒന്നും പേടിക്കണ്ട, ഞാൻ തരുന്നുണ്ട് നിങ്ങൾക്ക് ഉമ്മ കേട്ടോ, ഒന്നും പേടിക്കണ്ട, ആരും ഒളിച്ചോടരുത്. അല്ല നിങ്ങൾക്ക് ഭർത്താവ് തന്നിനാ? തന്നിക്കില്ലെങ്കിൽ ഞാൻ തരുന്നുണ്ട്, കാരണം നിങ്ങൾ ഒളിച്ചോടരുത്, എനക്ക് ആവൂല നിങ്ങളെ വയ്യനോട്. അല്ല ഭർത്താവ് നിങ്ങൾക്ക് ഭാര്യ തരുത്തുണ്ട? നിങ്ങൾ കൊടുക്കേണ്ടടുത്ത് നിങ്ങൾ കൊടുത്തോളണം. ഇല്ലെങ്കിൽ എന്നെ പോലത്തെ കോന്തപ്പം കൊടുക്കും. എൻ്റെ ഒടിക്ക് പോയി ഞാൻ വടകര ടൗണിൽ ചോദിച്ചു, അല്ല ഭർത്താവെ നിങ്ങൾ കൊടുക്കണോ ഞാൻ കൊടുക്കണോ എന്ന്. ഭർത്താവ് പറഞ്ഞെന്നാരോ ഇങ്ങനെ കൊടുത്ത് പണ്ടാരത്തിന് അങ്ങ് കൂട്ടിക്കോന്നു. ഇതൊന്നും വേണ്ട, നിങ്ങൾ കൊടുക്കേണ്ടടുത്ത് നിങ്ങൾ കൊടുക്കണം. അതുകൊണ്ട് നിങ്ങളെ മക്കൾ MBBS ആണ്, MB ആണ്, ഒന്നും പറയരുത്. കോഴിക്കോട് ഒറ്റ ഉദാഹരണം കൂടി പറയാം, ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. വടകര പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം 22 വയസ്സുള്ള MBBS കാരിയാണ് ഒളിച്ചോടിയത്. A+ കിട്ടിയ LSS USS കിട്ടിയ ഒരു ഡോക്ടർ ഒളിച്ചോടി. എനക്ക് ഒളിച്ചോടുന്നല്ല, ഓടിക്കോട്ടേനു. നിങ്ങളെ കൊയിലാണ്ടി നമുക്കോളെ കിട്ടിയത്. ഞാൾ പിടിച്ചാടുന്ന് പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നു വടകരക്ക്. സ്റ്റേഷനിലുള്ള സകല മനുഷ്യന്മാരും ചിരിച്ച് വണ്ടാരടങ്ങിപ്പോയി. ഡോക്ടറെയും കാമുകനെയും നിങ്ങളൊന്ന് കാണണം. ഡോക്ടർ അതീവ സുന്ദരി, കാമുക കൈതച്ചക്കൻ്റെ മുടിയും ഇങ്ങനെയുള്ളൊരു താടിയും, ട്രൗസർ ഇട്ടിക്കുമെന്ന് വെച്ചാൽ ഇട്ടിക്കില്ലെന്ന് വെച്ചാൽ ഇട്ടിക്കില്ല. SI ഇങ്ങനെ വിക്കറ്റ് കീപ്പറെ പോലെ നടക്കുക അവൻ്റെ വയ്യെന്ന്. എന്തിനാണെന്നറിയാം? ഇതാറ്റം കഴിഞ്ഞു വയ്ക്കേണ്ട പോലീസ് കഴിച്ചാന്ന് പറയും. അതുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഓൻ്റെ ഡ്രസ്സും ഓൻ്റെ കോലല്ലോ ഓൻ്റെ ഇഷ്ടം, അതൊന്നും നമ്മൾ എതിര് പറയുന്നില്ല. 18 വയസ്സ് കഴിഞ്ഞാൽ ഓരോ മനുഷ്യന്മാർ ഇട്ടത് 12 വയസ്സ് വരെയാണ് നമ്മൾ പറയുന്ന പോലെ. പക്ഷെ നമ്മൾ പറഞ്ഞ് ശീലിപ്പിച്ച കുട്ടി ഒരിക്കലും അങ്ങനെ വൃത്തികെട്ടതായിട്ട് നടക്കൂല. ശരിയാണോ? അങ്ങനെ ഈ പെൺകുട്ടിയോട് ചോദിച്ചു, എനക്കതൊന്നുമല്ല, എന്തിനാ എനക്ക് സങ്കടം എന്നറിയോ? ഇവൻ 7 മയക്കുമരുന്ന് കേസിലെ പ്രതിയാ. ഈ ഡോക്ടർ കണ്ടുപിടിച്ച കോന്തപ്പനില്ലേ, 7 മയക്കുമരുന്ന് കേസിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡോക്ടറെ എനിക്ക് വിശ്വാസമില്ല, തിരിച്ചറിവില്ലാത്ത ഒരാളെ എനിക്ക് വിശ്വാസമില്ല. ഞാൻ അവസാനം ഡോക്ടറെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ഡോക്ടറെ നിങ്ങൾക്ക് കേടുന്ന് കിട്ടിയില്ല? ഡോക്ടർ ഒറ്റ ചിരി, ഓരോടും ചിരിച്ചു. ഓരോ പറഞ്ഞു, പോലീസ് നിങ്ങൾ കേൾക്കണം. അവന് പറഞ്ഞോളി, ഞാൻ എങ്ങനെയാ അവൻ്റെ കൂടി പോയത് നിങ്ങൾ അറിയാം? അവൻ അറിയല്ല, എന്നാ നിങ്ങൾ കേൾക്കണം. ഇവനാണ് എനിക്ക് ആദ്യമായി ഉമ്മ തന്നത്. അങ്ങനെ ഉമ്മ തന്നാൽ എൻ്റെ ചാരിത്രം പോയില്ലേ പോലീസ്? എനിക്ക് ചിരി വന്നിട്ട് നിവർത്തിയില്ല. അങ്ങനെയാണ് എൻ്റെ ചാരിത്രം. അല്ല എൻ്റെ അല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ പോവോ? ഉമ്മ തന്നാൽ അങ്ങനെ ചാരിത്രം പോവോ? പക്ഷെ MBBS കാരി പറഞ്ഞു, എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. നിങ്ങൾക്കിപ്പം ഞാനിത് പറഞ്ഞപ്പോൾ എന്തെങ്കിലും പേടിയായ? എനിക്ക് പേടിയായി. ഉച്ചക്ക് വീണ്ടും ഞാൻ ലീവ് എടുത്ത് എൻ്റെ വീട്ടിലേക്ക് ഞാൻ പറന്ന്. എൻ്റെ വീട്ടിൽ എൻ്റെ 6ാം ക്ലാസ്സിലെ മോള് പോനാലിരിക്കുന്നു. ഞാൻ അതിനെ കെട്ടിപ്പിടിച്ച് 5 ഉമ്മ കൊടുത്തു. ഉമ്മ ഉമ്മ ഉമ്മ. ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്തെന്നാ കളിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇത് അതിനല്ല, ഇതിനൊക്കെ പറഞ്ഞുതരാം. ഉമ്മ ഇതിന് ഞാൻ എൻ്റെ ഭാര്യയ്ക്കും കൊടുത്ത 5 ഉമ്മ. അതിനെൻ്റെ മോക്ക് ഞാൻ ഉമ്മ കൊടുത്തത്, ലീവ് എടുത്ത് പോയിട്ട് ഉമ്മ കൊടുത്തെന്തിനാ? എൻ്റെ 6ാം ക്ലാസ്സിലെ മോള് സ്കൂളിൽ പോകുന്നത് റോഡും കൂടി നടന്നിട്ടാ. അങ്ങനെ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു ചെക്കൻ പീടിയൻ്റെ ബേക്കിലാറ്റം കൂട്ടിക്കൊണ്ടുപോയിട്ട് എൻ്റെ മോക്ക് ഉമ്മ കൊടുത്താൽ എൻ്റെ മോള് പറയില്ലേ, എൻ്റെ ചാരിത്രം പോയി അച്ഛ, ഞാൻ അവൻ്റെ കൂടെയാണ് ഒളിച്ചോടുന്നതെന്ന്. ഇനി പോവോ എൻ്റെ മോള്? ഞാൻ ദിവസവും പിടിച്ച് 5 ഉമ്മ കൊടുത്തപ്പോൾ ഇനി എൻ്റെ മോളെ പീടിയൻ്റെ ബേക്കിലേക്ക് ഏതെങ്കിലും ചെക്കൻ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഉമ്മ കൊടുത്താൽ എൻ്റെ മോളെന്താ പറയാ? പോട് പൊട്ട,
ഇതെൻ്റെ അച്ഛൻ ദിവസവും തരുന്നതാ പൊട്ട എന്ന് പറയുന്ന രീതിയിലേക്ക് എൻ്റെ മകളെ, നിങ്ങളുടെ പെങ്ങളെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങളെ മക്കളും പെങ്ങളും നിങ്ങളോട് ഉണ്ടാവും. നിങ്ങൾക്ക് എന്താ ഉറപ്പ്? ഭാര്യയ്ക്ക് എന്തിനാ കൊടുത്തതെന്നറിയോ നിങ്ങൾ? അതിനാ ഞാൻ 3 ദിവസമായി എൻ്റെ അവിടെ നിങ്ങൾ പോന്നിട്ട് നാട് കന്നാക്കെ. ഇനി ഓള് ടി വിയിലോ സീരിയലായിട്ടോ ആരെങ്കിലും ഉമ്മ കൊടുക്കുന്നതെല്ലാം കണ്ടിട്ടുണ്ട് എങ്കിൽ, ഓക്ക് ഉമ്മയാറ്റം മുട്ടിയിട്ടുണ്ട് എങ്കിൽ അങ്ങോട്ടല്ല കോന്തപ്പൻ്റെ അടുത്ത് പോകണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ ആദ്യമേ കൊടുത്തിട്ട് ഇങ്ങ് പോകുന്നു. ഒരു 25 അങ്ങ് കൊടുത്ത്. ഇനി സീരിയൽ കാണുമ്പോൾ ഓള് വിചാരിക്കും ഇന്നലത്തെ 5 ഇന്നലെ കിട്ടിയല്ലോ, മിഞ്ഞാന്നത്തെ 5 ബാക്കിയുണ്ടല്ലോ എന്നുള്ള ചിന്ത അവളുടെ മനസ്സിലേക്ക് ഉണ്ടാക്കിയെടുക്കാനാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് എൻ്റെ ഭാര്യ എനിക്ക് നഷ്ടപ്പെടരുതെന്നുള്ള നല്ല വിശ്വാസം എനിക്കുണ്ട്. ആരും ഒളിച്ചോടരുതെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. നിങ്ങൾ ആരും ഒളിച്ചോടുക? എനക്കൊരു വിശ്വാസമില്ല. അപ്പൊ ഈ ഉമ്മ ഇഞ്ഞെന്തിനാ എന്നെ നോക്കി പറയുന്നത്? ഈ വയസ്സായിട്ട് ഞാൻ അടിയാ പോവാന്നല്ലേ ഉമ്മ നിങ്ങൾ വിചാരിക്കുന്നത്? എനിക്ക് നിങ്ങളുടെ തന്നെ, എനിക്ക് നിങ്ങളെയും വിശ്വാസമില്ല ഉമ്മ, നിങ്ങളെ ആരും വിശ്വാസമില്ല. എൻ്റെ അമ്മേനെ തന്നെ എനിക്ക് വിശ്വാസമില്ല. കാരണം വടകരയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒളിച്ചോടി അമ്മേൻ്റെ പ്രായം 83, കൂട്ടിക്കൊണ്ടുപോയ കോന്തപ്പൻ്റെ വയസ്സ് 87. ഞാൻ ഏടുന്നാ പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് അറിയോ നിങ്ങൾ? പറശ്ശിനിക്കട വന്ന് പയര് നിന്ന് 2 എണ്ണം ആടെന്നാ കൂട്ടിക്കൊണ്ടുവന്നത് അറിയോ നിങ്ങൾ? നിങ്ങൾ ചിരിച്ചില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും പേടി ഉണ്ടായാ? ഞങ്ങൾ ഇനിയും വീട്ടിൽ കൊണ്ടുപോയി 2 വീട് എനിക്ക് അതല്ലേ മജിസ്ട്രേറ്റിൻ്റെ അടുത്തെല്ലാം കൂട്ടിക്കൊണ്ടുപോയിട്ട് 2 കാമുകനും ആടിയും പിടി ആക്കിയ രംഗം എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. 87 കരയെന്ന്. ഞാൻ പറഞ്ഞു സാരയില്ല, അടുത്ത ജന്മത്തിൽ നമുക്ക് എന്തെങ്കിലും ആക്കാം. മനസ്സിലായില്ലേ? അങ്ങനെ 2 വീട്ടിൽ കൊണ്ടാക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ വീട്ടുകാർ ചെല്ലുമ്പോൾ എൻ്റെ അമ്മക്ക് 92. അമ്മക്ക് എന്തെല്ലോ ഒരു കളി, ഫോൺ ഇങ്ങനെ വെക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അമ്മയോട് അമ്മ ഒളിച്ചോടരുത് പ്ലീസ്. അമ്മ ഞാൻ ഒന്നും പറയണ്ട, ഓടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളെ വീട്ടിലും ഒരു കുട്ടിയും ഈ MDMA എന്ന് പറയുന്ന മാരക ലഹരിക്ക് അടിമപ്പെട്ട് ഭ്രാന്തനായി മാറരുത്. അമേരിക്കയിലെ ഫിലാഡൽഫിയ, എനിക്ക് യുവാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ട് എങ്കിൽ അമേരിക്കയിലെ ഫിലാഡൽഫിയ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഈ ലഹരി വസ്തു ഉപയോഗിച്ച് 6.5 കൊല്ലം കണ്ട് മതോന്മത്തനായി നശിച്ചു പോയ സോംബിയൻസ് എന്നാണ് ഈ മനുഷ്യജന്മങ്ങളെ പറയുക. അങ്ങനെ സ്വന്തം ശരീരം കീറി മുറിച്ച് ലഹരി സന്തോഷം കണ്ടെത്തുന്ന, ചീഞ്ഞളിഞ്ഞ ശരീരഭാഗത്തോടു കൂടി നടക്കുന്ന മനുഷ്യാത്മാക്കളെ കൊണ്ടത്തള്ളുന്ന സ്ഥലമാണ് അമേരിക്കയിലെ ഫിലാഡൽഫിയ. എറണാകുളത്തെ കാറിൽ കഴിഞ്ഞ ദിവസം പോലീസുകാരൻ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സോംബിയൻസിനെ. ഈ മണ്ണിൽ, തിക്കോടിയുടെ മണ്ണിൽ ഒരു സോംബിയൻസും നമ്മളെ വീട്ടിലുണ്ടായിക്കൂടാ. സ്വന്തം ശരീരം മുറിവേൽപ്പിച്ച് രസിക്കുന്ന, സ്വന്തം ഭർത്താവിനെ നശിപ്പിക്കുന്ന, സ്വന്തം കുടുംബത്തെ ഒറ്റുകൊടുക്കുന്ന ഒരു മനുഷ്യജന്മങ്ങൾ നിങ്ങളെ വീട്ടിലുണ്ടാവരുത്. അതിന് ആര് ജാഗ്രതയോടുകൂടി നിൽക്കണം? രക്ഷകർത്താക്കൾ നിൽക്കണം, അധ്യാപകരെ വിശ്വസിക്കണം, മഹലിനെ വിശ്വസിക്കണം, സമൂഹത്തെ വിശ്വസിക്കണം. അങ്ങനെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി നടക്കുന്ന ഒരു സമൂഹമായിട്ട് നിങ്ങൾ മാറണം. അതിന് ഇന്നു മുതൽ നിങ്ങൾ മനുഷ്യജന്മങ്ങളായി മാറണം. അതിന് മനുഷ്യൻ്റെ സകല സ്വഭാവങ്ങൾ നിങ്ങൾക്ക് കാണണം. ആ വാക്കും കൂടി പറഞ്ഞ് ഞാൻ തൽക്കാലത്തേക്ക് നിർത്തുന്നു. പിന്നെ നിങ്ങൾ വിദഗ്ധന്മാരെ കൊണ്ട് എപ്പോഴും ക്ലാസ് എടുപ്പിക്കണം. ഇങ്ങനെ പൊട്ടന്മാർ പറയുന്നതെല്ലാം ഇങ്ങനെ കേൾക്കണം. നിങ്ങളെ മക്കളും കൂടി അടുത്തിരിപ്പിക്കണം. എന്നാൽ മാത്രമാണ് ഈറ്റ പൊട്ടന്മാരൊക്കെ ആയിട്ടുകൾ സഹിക്കണം. എങ്കിൽ മാത്രമേ ജീവിതത്തിലായിട്ടുകൾ വിജയം കാണുള്ളൂ. അല്ലാണ്ട് നന്മകൾ മാത്രം കാണാൻ വേണ്ടിയിട്ടല്ല നിങ്ങളെ മക്കൾ. ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഈ കുട്ടികളെല്ലാം ഡ്രസ്സ് ഇട്ടിട്ട് കുറേ നേരമായി നിൽക്കുന്നു. ഞാനും കുറച്ചങ്ങ് വൈകിപ്പോയി, സോറി. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളെ വീട്ടിൽ ഒരാളും നഷ്ടപ്പെടാൻ പാടില്ല. നിങ്ങളെ മക്കൾ ലഹരി വസ്തു ഉപയോഗിച്ച് നശിക്കാൻ പാടില്ല. നിങ്ങളെ ഭാര്യമാർ ഒളിച്ചോടാൻ പാടില്ല. അതിന് നിങ്ങളെ ഭർത്താവ് ഒളിച്ചോടുവോ? നിങ്ങളെ ഭർത്താവ് കള്ളുപിടിച്ച് നശിക്കുമോ? നിങ്ങളെങ്ങനെയാണ് ഉറപ്പിച്ച് പറയുന്നത്? നിങ്ങൾ ഇന്ന് വീട്ടിൽ പോവോ? ഞാൻ ഐഡിയ പറഞ്ഞുതരാം. 2 ഐഡിയ. മനുഷ്യന്മാർക്ക് മാത്രമേ കണ്ണിലേക്ക് നോക്കിയിരിക്കാൻ പറ്റൂ. നിങ്ങളെല്ലാവരും എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്ക്. പറ്റുന്നുണ്ട് കേട്ടാ. നിങ്ങൾ കുറച്ചെല്ലാം എന്തെല്ലോ നന്മ ഉണ്ട് നിങ്ങൾക്ക്. 2ാമത്തെ പ്രത്യേകത, മനുഷ്യന്മാർക്ക് മാത്രമേ കണ്ണിലേക്ക് നോക്കി ചിരിക്കാൻ പറ്റൂ. എല്ലാവരും എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്ക്. ഒന്ന് പൊട്ടിച്ചിരിക്കടോ. കണ്ട, കുട്ടികൾ ചിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മൂത്ത വരാൻ തന്നെയാണ്. പാലാപ്പള്ളി തിരുപ്പള്ളിക്ക് ഡാൻസ് കളിക്കുക, ചിരിക്കുവാൻ പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് സൂക്കേട്. 4ാമത്തെ പ്രത്യേകത, സങ്കടം വരുമ്പം കരഞ്ഞു കൊള്ളണം. അന്നേരം കരഞ്ഞു കൊള്ളണം. പൈസ ബാപ്പ തന്നിക്കില്ല ഹൂന്ന് തന്നെ കരയുക, പരീക്ഷ തോറ്റാ കരയുക, ഭർത്താവ് മാന്തിയാ കരയുക. അങ്ങനെ കരയുമ്പോൾ നിങ്ങളെ സങ്കടങ്ങളെല്ലാം അലിഞ്ഞു പോകും. അങ്ങനെ കരയുന്ന ഒരു കുട്ടിയും ആത്മഹത്യ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങളെ വീട്ടിൽ എല്ലാവരും നിങ്ങളോട് ഉണ്ടോ നോക്കണം. നിങ്ങൾ വീട്ടിൽ പോയി, ഇന്ന് വീട്ടിൽ പോകുമ്പം ഭാര്യ കോനാലിരിക്കുന്നുണ്ടാവും.
ഭാര്യ മനുഷ്യനാണോ നിങ്ങൾ നോക്കണമെങ്കിൽ, ഒളിച്ചോടുകയോ കള്ളു കുടിക്കുകയോ എന്നെല്ലാം നോക്കണമെങ്കിൽ ഭാര്യൻ്റെ കണ്ണിലേക്ക് ഒരൊറ്റ നോട്ടാൻ നോക്കുക. ഭാര്യ തിരിച്ച് നിങ്ങളെ കണ്ണിലേക്ക് നോക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പിച്ചോ അതാണ് മനുഷ്യ സ്ത്രീ. അത് ഓടോ ചാടോ എന്ന് അറിയണമെങ്കിൽ അതിൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഒരൊറ്റ ചിരി അങ്ങ് ചിരിക്കുക. ഭാര്യ തിരിച്ചിങ്ങളെ കണ്ണിലേക്ക് നോക്കി ചിരി മടക്കി തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ വേതാളത്തെ പോലെ ആജീവനാണ് നിങ്ങളോട് ഉണ്ടാവുന്നത്. നിങ്ങൾ വീട്ടിൽ പോകണം, ഭർത്താവിൻ്റെ കണ്ണിലേക്ക് ഒരൊറ്റ നോട്ടം. ഭർത്താവ് നിങ്ങളെ കണ്ണിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ തങ്കു ഭർത്താവ്. ആ തങ്കു ചാടുകയോ ഓടുമെന്ന് അറിയണമെങ്കിൽ തങ്കുവിൻ്റെ കണ്ണിലേക്ക് നോക്കി ചിരിക്കുക. തങ്കു നിങ്ങളെ കണ്ണിലേക്ക് നോക്കി ചിരി മടക്കി തരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അതാണ് ഭർത്താവ്. മക്കള് വീട്ടിലേക്ക് വരുമ്പോൾ മക്കളെ നെഞ്ചോടിങ്ങ് ചേർത്ത് പിടിക്കണം. അയറ്റുള്ള കണ്ണിലേക്ക് നോക്കി ചിരിക്കുക, സംസാരിക്കുക. അങ്ങനെ മക്കളുടെ കണ്ണിലേക്ക് നോക്കി ചിരിക്കാനും സംസാരിക്കാനും മക്കൾക്ക് നിങ്ങളോട് കഴിയുന്നുണ്ട് എങ്കിൽ ഉറപ്പിച്ചോ അതാണ് മനുഷ്യ കുട്ടികൾ. അല്ലാണ്ട് കുറേ തിന്നും കൊടുത്തിട്ട് മത്തീൻ്റെ ഇണറൊന്നും കൊടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. എല്ലാവരും ഇന്നു മുതൽ മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം എന്ന് കരുതിയിട്ട് ഇന്ന് ആദ്യം പോയി ചിരിക്കണ്ട. ടങ്ങളൊന്നും ഇതുവരെ 10-15 കൊല്ലമായിട്ട് ചിരിക്കാത്ത തങ്ങൾ പോയി ചിരിക്കുമ്പോൾ ഓരോ പേർക്ക് എന്തോ പെരാന്തായി പോയിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഭാര്യയും ഭർത്താവ് ഒന്നിച്ചിരിക്കുമ്പോൾ പറയണം നമുക്ക് മനുഷ്യന്മാരാവണം, ചിരിക്കണം. അങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭർത്താവ് ഭാര്യനെ കാണുമ്പോൾ ഭാര്യ ഭർത്താവോട് ഹി 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 ഹി, അങ്ങനെ ഭാര്യയും ഭർത്താവും മക്കളുടെ ഒന്ന് ചിരിക്കുന്ന ഒരു കുടുംബത്തിൽ ഒരാളും നശിച്ചു പോയിട്ടില്ല. ശരിയാണോ? ഈ മഹലിലുള്ള എല്ലാ മക്കളും റോഡിലൂടെ നടക്കുമ്പോൾ ആ മക്കളുടെ കണ്ണിലേക്ക് നോക്കി ചിരിക്കാൻ, അഭിസംബോധന ചെയ്യാൻ, അസ്സലാമു അലൈക്കും എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റണം. അങ്ങനെ പരസ്പരം ഈ സംഭവങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു മനുഷ്യാത്മാക്കളും നശിച്ചു പോയ ചരിത്രമില്ല. മൊബൈൽ ഫോണിൽ തലതാഴ്ത്തപ്പെട്ട ജന്മമായി നിങ്ങളെ മക്കൾ മാറില്ല. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? ചിരിക്കുക, സംസാരിക്കുക, നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ഇത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഇനി നിങ്ങളെ ഭർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കുമല്ലോ, ഭർത്താവിനോട് നിങ്ങൾ ചിരിക്കുമല്ലോ, ഭർത്താവ് നിങ്ങളെ കണ്ണിലേക്ക് നോക്കിയിട്ട് അങ്ങട്ടയിലേക്ക് നോക്കിയിട്ടാണ് ചിരിക്കുന്നത് എങ്കിൽ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ലോകം. അതുകൊണ്ട് ഇന്നു മുതൽ ഇനി ഞാനൊരു കാര്യം പറയാം, എന്നെ കണ്ടിട്ട് ആറ്റം തിക്കോടി നാരകം ചിരിച്ചില്ലെങ്കിൽ നമുക്ക് അന്നേരം പറയാം ഞാൻ കണ്ണു കുത്തി പൊട്ടിച്ചാലും വേണം. കാരണം നിങ്ങളെങ്കിലും മനുഷ്യന്മാരായി ജീവിക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് ഈ നാട്ടിലെ സകല മനുഷ്യന്മാരും പരസ്പരം കാണുമ്പോൾ ചിരിക്കുന്ന ഇല്ല എങ്കിലും നമ്മൾ ഉറപ്പാണ്. പിന്നെ ഞാൻ ആദ്യം പറയില്ല, പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഇത് ആരും നന്നായിക്കൊന്നുമില്ല എന്ന്, പിന്നെ എന്തിനാ പൊട്ടാ നിങ്ങൾ വന്നേന്ന്. എന്തായാലും നിങ്ങൾ തെറ്റ് ചെയ്താൽ ജയിലിൽ പോകും, ഒരു തർക്കവും ഇല്ല. ഒളിച്ചോടിയിട്ട് കുട്ടികളെ കൂട്ടിയാണ്ട് ഒളിച്ചോടിയാലും നിങ്ങൾ ജയിലിൽ പോകും. അപ്പം നമ്മൾ ഈടുന്നെങ്കിലും കാണും. എനിക്ക് നിങ്ങൾ ഇടുന്നെങ്കിൽ എന്തായാലും ജയിലിൽ നിങ്ങൾ എത്തി നിങ്ങൾ വിചാരിക്കുക എന്നെ കാണൂല എന്നൊന്നും വിചാരിക്കേണ്ട. ജയിലിൽ 3-ാമത്തെ ഞായറാഴ്ച എൻ്റെ ക്ലാസ് ഉണ്ട്. ആദ്യം ക്ലാസ്സെല്ലാം ഉണ്ട്, പക്ഷെ നിലത്തിരുന്നിട്ടാ ക്ലാസ്. പെണ്ണുങ്ങളെല്ലാം വെള്ളയിലിട്ട് ഇങ്ങനെ നമ്പറിലുണ്ടാവും, ആണുങ്ങൾക്ക് കുറ്റിമുടിയെല്ലായിട്ട് നമ്പറിലായിട്ട് നിലത്തിരിക്കും. 3-ാമത്തെ ഞായറാഴ്ച 2:30 മണിക്ക് എൻ്റെ ഒരു വരവുണ്ട് അടുത്തേക്ക്. ഞാൻ വരുമ്പോൾ എനിക്ക് നിങ്ങളെ പെട്ടെന്ന് തിരിയൂല. നിങ്ങൾക്ക് എന്നെ തിരിയോ ഇല്ലയോ? തിരിയുമ്പോൾ നിങ്ങളിങ്ങനെ പറയണം, ഇങ്ങനെ വിളിക്കണം. നിങ്ങൾ പറയാ പെരുമാൾപുരം. അപ്പം എനിക്ക് മനസ്സിലാവും എൻ്റെ ക്ലാസ് കേട്ടിയ ഒരുത്തം കൂടി ജയിലിലേക്ക് എത്തി എന്നുള്ള നല്ലൊരു സന്തോഷം എന്നിൽ ഉണ്ടാവണം. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളോട്, അല്ലാണ്ട് ഈ പറഞ്ഞ സംഗതി ഒന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. 2-ാമത്തെ എൻ്റെ ഉദ്ദേശം, നിങ്ങളെ മക്കൾ ഒളിച്ചോടിയാൽ, നിങ്ങളെ മക്കൾ കള്ളു കുടിച്ച് നശിച്ചു പോയാൽ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് എന്നോട് പറയരുത്. ഞാൻ എങ്ങനെയായിട്ടുള്ള പോറ്റിയത്, മത്തീൻ്റെ ഇണറെല്ലാം ഞാൻ കൊടുത്തിനി, ഇതൊന്നും എന്നോട് പറയരുത്. മത്തീൻ്റെ ഇണറൊന്നും ഐറ്റുകൾ നിങ്ങളോട് ചോദിച്ചിട്ടില്ല. മത്തീൻ്റെ ഇണറൊന്നും നിങ്ങൾ കണക്ക് പറയണ്ട. മത്തീൻ്റെ ഇണറിൽ നിങ്ങൾ നിന്നോളി. ഐറ്റയ്ക്ക് നിങ്ങൾ സ്നേഹിക്കണം, ഐറ്റകളോട് നിങ്ങൾ സംസാരിക്കണം, ഐറ്റകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. അത് നിങ്ങൾ ചെയ്തിക്കേണ്ട, ഐറ്റകൾ ഒളിച്ചോടില്ല. സംഗതി മനസ്സിലായല്ലോ. എന്തായാലും എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ സന്മനസ് കാണിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് അബ്ദുൽ ബാസിത്തിനും, എന്നെ ഇത്ര നേരം ശ്രവിച്ച, നട്ടല്ലെല്ലാം നിവർത്തിയിട്ട് എന്നെ ശപിച്ചുകൊണ്ടാണെങ്കിലും ഉയിച്ചിട്ടാണെങ്കിലും എന്നെ നോക്കിയിട്ട് ഇത്രയും നേരം അസ്വസ്ഥതയൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു പെരാന്തുമില്ല. നിങ്ങളെ മക്കളെ കൂടി ഇങ്ങനെ ചേർത്തിരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളെ കുടുംബത്തിനും പെരാന്തില്ല. നിങ്ങൾ ഓർമ്മിച്ചോ. ഞാൻ പറഞ്ഞ എന്തെങ്കിലും 3-4 കാര്യങ്ങളെല്ലാം ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞ 3-4 കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് എങ്കിൽ നിങ്ങളെ തലച്ചോറ് പെർഫെക്റ്റ് ആണ്, നിങ്ങൾക്ക് ഒരു പെരാന്തുമില്ല. ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങളെ തലച്ചോറ് പകുതി പെരാന്താണ്, കുറച്ചെല്ലാം മിസ്റ്റേക്സ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾക്ക് ഓർമ്മയില്ല എങ്കിൽ
എൻ്റെ കരുനാവായോണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എല്ലാ തലച്ചോറും സമൃദ്ധമാവട്ടെ, എല്ലാവർക്കും ചിരിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്